അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ അപ്പോളജറ്റുകൾക്ക് മറുപടി എന്ന ഒരു സീരീസിൽ പെടുന്ന ഒരു വിഷയം തന്നെയാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ അനിൽകുമാർ അയ്യപ്പൻ എന്ന ഒരു അപ്പോളജറ്റിനെ കുറിച്ചും അനിൽകുമാർ അയ്യപ്പൻ ഉയർത്തുന്ന ചില വാദങ്ങൾക്ക് മറുപടി എന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് ഒരു വീഡിയോ നമ്മൾ നടത്തിയിരുന്നു. അതായത് അനിൽകുമാറിൻ്റെ ഗീർവാണങ്ങൾക്ക് ക്രിസ്തുമതത്തെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നൊരു ടൈറ്റിൽ. അപ്പോൾ അതിനകത്ത് പൊതുവേ ഈ അപ്പോളജറ്റുകൾ ആരാണ്, അവരുടെ സ്വഭാവം എന്തൊക്കെയാണ്, എങ്ങനെയാണ് അവർ കള്ളം മാത്രം ബേസ് ചെയ്തിട്ട് തെറ്റിദ്ധരിപ്പിക്കൽ കൊണ്ട് മാത്രം അവർ ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മളതിനകത്ത് പറഞ്ഞിരുന്നു. അപ്പം ഈ വീഡിയോയും അതുമായിട്ട് ബന്ധപ്പെടുത്തി വേണം കാണാനായിട്ട്. അപ്പം കൂടുതലായിട്ട് അറിയണമെങ്കിൽ അപ്പോളജറ്റുകളുടെ സ്വഭാവം എന്താണ്, അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ആ വീഡിയോ കൂടെ നിങ്ങൾ കാണുക. അതിനകത്ത് കുറച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്നു. അപ്പം എന്നാലും ചെറുതായിട്ട് പറയുകയാണെങ്കിൽ ഇവർ അപ്പോളജറ്റുകൾ എന്ന് പറഞ്ഞാൽ അതായത് ഇസ്ലാമിൻ്റെ കാരണം ആണ് ക്രിസ്തുമതം തകർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവരുടെ ഒരു മനസ്സിലുണ്ട്. ഇതാണ് ചലഞ്ച് ചെയ്തിരിക്കുന്നത് അവരുടെ റിലിജനെ. അപ്പം എല്ലാ നന്മകളും ഇതിനകത്തുണ്ട്, അവരുടെ മതത്തിന് ഇപ്പോൾ ഒന്നും ഇത് കിട്ടുന്നില്ല, ആൾക്കാരെല്ലാം വിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് യേശു ദൈവമല്ല എന്ന് പറയുന്നു, യേശു മരിച്ചിട്ടില്ല എന്ന് പറയുന്നു. അവരുടെ പ്രധാന വിശ്വാസങ്ങൾക്ക് എല്ലാം എതിരായിട്ടാണ് ഇസ്ലാം നിലകൊള്ളുന്നത് എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ടും ആൾക്കാരത് മനസ്സിലാക്കി കൂടുതൽ ഇസ്ലാമിലേക്ക് അന്നും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടും ഇതിനെ തിരിച്ച് വിമർശിക്കാൻ അവരുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, ഇസ്ലാമിൽ ആശയപരമായിട്ട് അവർക്കൊന്നും കിട്ടാത്തതുകൊണ്ട് പ്രവാചകനെ അവഹേളിക്കുക, മോശമായിട്ട് പറയുക, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ തെറ്റിദ്ധരിപ്പിക്കുക, ചില വാക്കുകൾ എല്ലാം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ചില ഹദീസുകൾ ചില ആയത്തുകളെല്ലാം എടുത്ത് അതിനെ തെറ്റിദ്ധരിപ്പിച്ച് ആൾക്കാരുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുക, കള്ളങ്ങൾ പ്രചരിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ലൈനിലാണ് ഈ അപ്പോളജറ്റുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് തെളിവ് സഹിതം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് അവർ പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയുടെ കാര്യത്തിനകത്തും നമ്മൾ എടുത്തിരിക്കുന്നത് വേറൊരു അപ്പോളജറ്റാണ്. നസറീൻ എന്ന് സോഷ്യൽ മീഡിയയിലും ക്ലബ് ഹൗസിലെല്ലാം ആ പേരിൽ അറിയപ്പെടുന്ന ഒരു അപ്പോളജറ്റ്. നസറീൻ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്നൊന്നും സംശയിക്കരുത്. അവർ എല്ലാം ഈ ഫേക്ക് ഐഡിയയിലാണ് ഇവർ വന്നിരിക്കുക. അച്ഛൻ കുഞ്ഞിൻ്റെ റൂമെന്നും പറഞ്ഞ ഒരു ക്ലബ് ഹൗസ് ഐഡിയ ഉണ്ട്. അപ്പം അതിനകത്താണ് ഇവർ കൂടുതലും അധ്യക്ഷിപ്പിക്കുക. അതിനകത്ത് ഒരാൾ പോലും ആരാന്ന് അറിയാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള പല പേര്, രണ്ടും കെട്ട പേരുകളൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ടാണ് അവർ ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയാത്ത രീതിയിൽ അവിടെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ആണാണെന്നാണ് പൊതുവെ എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ സൗണ്ട് എല്ലാം കേട്ടിട്ട് അതാണെന്ന് വെച്ചിരിക്കുന്നത്. പക്ഷേ ശരിക്കും പേരെന്താണെന്നോ ആരാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ എല്ലാവരും ഇവിടെ എല്ലാ റൂമിലും മിക്കവാറും ഇരിക്കുന്ന 90% ഇങ്ങനെ പേരറിയാത്ത ആൾക്കാർ. അപ്പോഴാണ് ഇവർക്ക് കൂടുതൽ കള്ളം പറയാൻ പറ്റുക. അതിൻ്റെ ധൈര്യമായിട്ട് കള്ളം വൃത്തിയോട് പറയാൻ പറ്റുന്നത് അവർക്ക് ഈ മോഹം ഇല്ലാത്തതുകൊണ്ടാണ്. ആരാണ് ഇവരെന്ന് അറിയാത്ത, അല്ലെങ്കിൽ സ്വന്തം പേര് പറയാൻ പറ്റാത്തതുകൊണ്ട്. കാരണം എന്താ വെച്ചാൽ സ്വന്തം പേര് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീടിനടുത്തുള്ള ആൾക്കാരെ അവർ ആട്ടി ഓടിക്കും. അത്രയ്ക്ക് മോശമായ പരാമർശങ്ങളും വൃത്തിയോടുമാണ് ഇവർ ക്ലബ് ഹൗസിൽ പ്രവാചകനെതിരെയും ഇസ്ലാമിനെതിരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ടാണ് ഇവർ പേര് പറയാൻ ഇത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്തും പറയാമല്ലോ. മുഖം മൂടി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അറിയാത്തൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തും വൃത്തിയോടും പറയാൻ പറ്റും, എന്ത് വൃത്തിയോടും ചെയ്യാം. ആരും നമ്മൾ അറിയത്തില്ല. ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ നസറീൻ എന്നൊക്കെ പറഞ്ഞ് എന്താണെന്ന് ഒറിജിനൽ പേരെന്നോ ഇവിടുത്തെ കാരനാണെന്നോ ഒന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ആ പേര് വെച്ചിട്ടാണ് ഇവർ നടക്കുന്നത്. അപ്പം നസറീൻ എന്ന് പറയുന്ന ഒരു ഐ ഡി, ആ പേരെന്ന് പറയാൻ പറ്റില്ല, ഒരു ഐ ഡിയിൽ വന്നിരുന്നുകൊണ്ട് വളരെ മോശമായിട്ട് പ്രവാചകനൊക്കെ വളരെ മോശമായിട്ട് പറയുന്ന ഒരാളാണ്. അതായത് ചില മെയിൻലി തെറ്റായ ഹദീസ് സ്വീകരിക്കപ്പെടാത്ത ഹദീസുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ വാക്കുകൾ അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് മാറുമ്പോഴത്തേക്ക് ചില ട്രാൻസ്ലേഷനകത്ത് അത് തെറ്റിച്ചിടും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു തെറ്റായ ഹദീസാണ്, ജിന്നുകൾ വന്ന് പ്രവാചകനെ ശല്യപ്പെടുത്തി എന്ന് പറഞ്ഞ ഒരു ഹദീസ് കാണും. അങ്ങനെ ഒരു സംഭവം ഇല്ല, നടന്നിട്ടില്ല, അത് ലൈഫാണെന്നുള്ളത് മറ്റു ഹദീസ് വന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിനകത്ത് എന്നാലും അതെടുത്തുകൊണ്ട് വരും. എന്നിട്ട് അതിൽ സത്യസന്ധത കാണിക്കാതെ അതിനകത്ത് വരുന്ന ജിന്നുകൾ ശല്യപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു വരും. ആ ഓടിച്ചു എന്നുള്ളത് ഈ നസറീൻ എന്ന് പറയുന്ന ഐ ഡി സ്വന്തമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തു. പ്രവാചകനെ ഓടിച്ചു, പ്രവാചകൻ്റെ മേലോടിച്ചു, ഇംഗ്ലീഷിൽ റൈഡെന്ന് അങ്ങനെ ആയിപ്പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു എന്നുള്ള റൈഡ് നമ്മൾ പ്രവാചകനെ സവാരി ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് വൃത്തിയോട് കാണിച്ചിട്ട് അങ്ങനെ ഒരു തീവ്രമായ ഒരു സ്വഭാവത്തോടു കൂടി ഇവിടെ മൈൻഡ് എന്തുകൊണ്ടാണ് അത്രയും തീവ്രമാകുന്നത് നിങ്ങൾ ഈ ക്ലബ് ഹൗസിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു തീവ്ര മനോഭാവത്തോടു കൂടിയാണ് ഈ നസറീൻ സംസാരിക്കുന്നത്. ഒരു പ്രാന്തനെ പോലെ അതിൻ്റെ ആക്രോശങ്ങളും അതും ഇത് ബഹളവും കണ്ടു കഴിഞ്ഞാൽ ഒരാൾ എതിരെന്ന് പറയുമ്പോഴത്തേക്ക് കേൾക്കാനോ അതൊന്നും ഇല്ലാതെ ഒരു വാക്ക് വീണാൽ തന്നെ അവനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള എപ്പോഴും ആ ഒരു അജിറ്റേറ്റഡ് മൈൻഡിൽ ഉള്ള അങ്ങനെ ഒരു മനസ്സാക്കി സൈക്കിക്കായിട്ട് നടക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. അതിന് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണായിട്ട് ക്ലബ് ഹൗസിൽ പറഞ്ഞാണ്, എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഡെയിലിയോ അല്ലെങ്കിൽ മാസത്തിലോ ഒരാളെങ്കിലും മുസ്ലിം മതത്തിൽ നിന്ന് പുറത്താക്കണം. ഇതാണ് എൻ്റെ ടാർഗറ്റ്. ഈ നമ്മൾ കമ്പനിയിലൊക്കെ ടാർഗറ്റ് കൊടുക്കുന്ന നമുക്ക് ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് ഇന്നൊരുത്തനെ എങ്ങനെയെങ്കിലും കൺഫ്യൂസ് ആക്കണം, ഇതിന് ഭാഗത്ത് നിന്ന് പുറത്താക്കണം, ഇങ്ങനെ ഒരു ചിന്താഗതി കൊണ്ട് നടക്കണം. അല്ലാതെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കാം, ദൈവത്തിനെ പറഞ്ഞ് കേട്ട് ഉള്ള രീതിയാണ് മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ആശയങ്ങൾ പറയുക, നല്ലത് പറഞ്ഞു കൊടുക്കുക, അവർ കേട്ടാക്കരുത്, അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. ടാർഗറ്റ് അള്ളാഹുവാണ് ഇത് തീരുമാനിക്കുന്നുള്ള വിശ്വാസമാണ് ഇസ്ലാമിനുള്ളത്. അപ്പോൾ അതാണ് ശരിയായ ആത്മീയത. ഒരാളുടെ മനസ്സിൽ ഇത് എത്തിക്കുക എന്നുള്ളത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. നമുക്ക് നാവുകൊണ്ട് പറയാമെന്നല്ലാതെ ചെവിയിൽ എത്തിക്കാൻ പറ്റും, പക്ഷേ മനസ്സിലെത്തിക്കുക എന്നുള്ളത് അള്ളാഹുവാണ് ചെയ്യുന്നത്. അത് ഇസ്ലാമിൻ്റെ ബേസിക് റൂളാണ്. അതാണ് മുസ്ലിങ്ങൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇവർക്ക് അതൊന്നും ആത്മീയത ഒന്നും അറിയത്തില്ല. ഇവർക്ക് ഇൻജക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് മൈൻഡിൽ, എങ്ങനെയെങ്കിലും ഇതിനെ തകർക്കണം.
എന്നുള്ള ഒരു അജണ്ട, ഒരു കോർപ്പറേറ്റ് സ്വഭാവത്തോടു കൂടിയാണ് ഇവർ ഈ ബന്ധോക്കോസ്റ്റിൻ്റെ ഒരു വിഭാഗം, ബന്ധോക്കോസ്റ്റിന് എല്ലാവരും അല്ല, ബന്ധോക്കോസ്റ്റിൻ്റെ ഒരു ഗ്രൂപ്പ് മെയിനായിട്ട് കോർ ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ഇവർ അപ്പോളജറ്റിക്സ് എന്ന് പറഞ്ഞ് പേര് വെച്ചിട്ട് ഇങ്ങനെ നിരന്തരം വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരുടെ മൈൻഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നത് എങ്ങനെയെങ്കിലും ഒരു 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 നൈർമല്യത, ഒരു നല്ലൊരു സംസാരം ഒന്നുമില്ല ഇവരൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. വെറും തീവ്രമായ 3-4 വർഷമായിട്ട് ക്ലബ് ഹൗസിൽ ഇരിക്കുന്നു, എന്നിട്ട് പോലും അവരുടെ സംസാരത്തിൽ ഒരു മയമോ ഒന്നും കാണത്തില്ല. എതിരായിട്ട് നിൽക്കുന്നവനെ പിടിച്ച് എങ്ങനെ ഒരു സിംഹം വേട്ടയാടത്തില്ല, അതുപോലെയുള്ള. അപ്പോൾ അതിന് തന്നെ മനസ്സിലാക്കുക ഇവർ മതവും ഇതുമായിട്ടൊന്നും ബന്ധമില്ല. ഒരു കൾട്ട് ഗ്രൂപ്പ് മനസ്സിൽ ഇഞ്ചക്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഈ ബഹളവും ഞായറാഴ്ചകളിൽ പോയി പള്ളിയിലെ പാട്ടും കൂത്തും ബഹളമൊക്കെ ഇങ്ങനെ അടിച്ച് കേട്ട് അത് മാത്രം മൈൻഡിലിരുന്നിട്ട് അവരുടെ സ്വഭാവം തന്നെ മറിപ്പി. മനുഷ്യൻ്റെ സ്വഭാവമില്ല. പലരും കൂടെ നിൽക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഇവർ മനുഷ്യരെ ഇതിനകത്ത് കൂട്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവരെ എതിർക്കുന്ന ഒരുപാട് നല്ല ക്രിസ്ത്യൻസ് ബന്ധുക്കോസുകാരെ തന്നെ ഇഷ്ടംപോലെ പേരുണ്ട്. അവരെല്ലാം ഇവർ പറയുന്നത് മുസ്ലിങ്ങളാണ്, നിങ്ങളെല്ലാം മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളുടെ പൈസ കൊണ്ടാണ് നടക്കുന്നത് എന്നിങ്ങനെ അവരെ തന്നെ ആരോപിച്ച് ഇവർ മാത്രം ഒരു കൾട്ട് ഗ്രൂപ്പായിട്ട് എന്തോ ഇവരെ തകർത്ത് എല്ലാം കളയാമെന്നുള്ള രീതിയിൽ ഇവർ കൊണ്ടുപോകുന്നതാണ്. അപ്പം പറഞ്ഞു വരുന്നത് ഇവരുടെ ബേസിക് ക്വാളിറ്റി എന്ന് കള്ളം എന്നുള്ളതാണ്. വ്യാജം അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുക, ഒരു ഉളുപ്പുമില്ലാതെ കള്ളം പറഞ്ഞ് പരത്തുക, അതിൽ നിന്നുകൊണ്ട് അങ്ങനെ നിറയെ ബിൽഡ് ചെയ്യുക. നാളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും, ഇത്രയും കള്ളം പറയുന്നല്ലോ ഇവർ, നമ്മുടെ മുഖം കൊണ്ട് എങ്ങനെ പുറത്തിറങ്ങും എന്നുള്ള ഒരു തോന്നലേ ഇല്ല. എന്നുവെച്ചാൽ മുഖം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എന്തും പറയാം. അപ്പോൾ ആ ഒരു ഇതിനകത്ത് ഒരു ടോപ്പിക്ക് മാത്രം ഇന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കള്ളങ്ങൾ എന്തൊക്കെയാണ് എന്ന് കാണിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇതിനകത്ത് ടൈറ്റിൽ മുത്താ വിവാഹം എന്നുള്ളതാണ്. മുത്താ വിവാഹം, നസ്രീൻ്റെ കള്ളങ്ങൾ പിടികൂടുന്നു, അതാണ് ഇതിൻ്റെ ടൈറ്റിൽ. അപ്പം അതിനകത്ത് ഓരോന്നോരോന്ന് കുറേ കാര്യങ്ങളുണ്ട്. ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പോകും. കള്ളങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം, എന്തൊക്കെയാണ് കള്ളങ്ങൾ. അപ്പോൾ അതിന് മുമ്പേ ഇതെന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കണം. കൺഫ്യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഒരു ഹദീസും ഇതൊന്നും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയാത്ത ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പൊതുവെ സാധാരണ ജനങ്ങൾക്ക് എല്ലാവരും ഹദീസൊന്നും പഠിക്കണമെന്നില്ല. ഒരു ജസ്റ്റ് മത നിയമം പഠിക്കുന്ന നിസ്കരിക്കും, അതിന് വേണ്ടി ചില ആയത്തുകൾ പഠിച്ച് വെച്ചിട്ട് പോകും. നല്ല ഡീപ്പായിട്ട് പഠിക്കാൻ പറഞ്ഞാൽ ഇസ്ലാം തന്നെ വളരെ ഡീപ്പാണ്. ക്രിസ്ത്യാനിറ്റി പോലെ വെറുതെ ചുമ്മാ ഒരു 66 ബുക്ക് ആരെങ്കിലും എഴുതി തുന്നി കെട്ടി വെച്ച ഒരു ബുക്ക്, ഒരു കഥ ബുക്ക് പോലെ വായിച്ചു പോകുന്നതല്ല. ഇത് ഓരോന്നും റൂളുകളാണ്, ഒരുപാട് ബൃഹത്തായ ഡോക്യുമെൻറ്റേഷനാണ് ഹദീസ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്, ഒരു ഹദീസിൽ ഒരു വിവരം കാണും, അതിൻ്റെ ബാക്കി വേറൊരാൾ പറഞ്ഞിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം ഒരു തീരുമാനത്തിലെത്താൻ. അതുകൊണ്ട് ഇതെന്താ, ഒരു ചെറിയൊരു ബിറ്റ് എടുത്ത് വെച്ചിട്ട് ഇതാണ് അതിൻ്റെ കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് പറ്റും. അപ്പോൾ ആ ഒരു നയമാണ് ഇവർ എടുക്കുന്നത്. അതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഇതിനകത്ത് നമ്മൾ ഈ വീഡിയോയിൽ ഒരു സാമ്പിൾ എന്ന രീതിയിൽ ചെയ്യാം, നമുക്ക് പറഞ്ഞുതരാം. ഇതുപോലെ തന്നെയാണ് മറ്റു കാര്യങ്ങളും ഇവർ ചെയ്യുന്നത് മനസ്സിലാക്കുക. എങ്ങനെ കള്ളം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം. നമുക്ക് ഇത് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരെങ്ങനെയാണ് ഇതിനകത്ത് കളിക്കുന്നത്, ആൾക്കാരെ പറ്റിക്കുന്നത്, എന്നിട്ട് ഞങ്ങൾ ഇസ്ലാം എയറിൽ കയറ്റി എന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം മുത്താ വിവാഹം എന്നുള്ളതിന് എന്താണെന്നുള്ളത് അത് ഡീറ്റെയിൽഡായിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിനകത്തുള്ള കള്ളങ്ങൾ അവരെന്താ പറഞ്ഞതെന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് നിക്കാ മുത്താ എന്നാണ് ഇത് പറയുക. അതിന് മുമ്പ് നിക്ക എന്നുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. ഇതിലും ഇവർ ഒരു വൃത്തിയോട് പറയാറുണ്ട്. ഇവർ നിക്ക എന്ന് പറഞ്ഞാൽ വേറെ, കല്യാണം എന്ന് പറഞ്ഞാൽ വേറെ. നിക്ക എന്ന് പറഞ്ഞാൽ അറബി ഡിക്ഷണറി അനുസരിച്ച് സംഭോഗം എന്നാണ് അർത്ഥം. അതുകൊണ്ട് നിങ്ങളാരും കല്യാണം എന്ന് പറയരുത്. മുസ്ലിംകൾ ചെയ്യുന്ന കല്യാണത്തിന് നിങ്ങളാരും കല്യാണം എന്ന്, വിവാഹമെന്നോ കല്യാണമെന്നോ പറയരുത്. അത് നിക്കാൻ തന്നെ പറയണം. നിക്കാൻ പറഞ്ഞാൽ വെറും സംഭവം എന്ന് പറഞ്ഞു മാത്രമാണ് അതിൻ്റെ അർത്ഥം. ഇതൊരു കള്ളങ്ങനെ പറഞ്ഞു വരുത്തും. ആക്ച്വലി ആ സംഭവം എന്നുള്ളത് ബൈബിളിലുള്ളതാണ്. 1 കൊരിന്ത്യൻസ് 7:2 വിവാഹം എന്ന് പറയുന്നത് സെക്ഷലിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത്. അതിനകത്ത് പറയുന്നുണ്ട്, പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ സാധാരണ പെണ്ണുങ്ങളായിട്ട് പോകാതിരിക്കുക, അതിന് നിങ്ങൾക്ക് ആസക്തി കൂടി ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പോയി വിവാഹം കഴിക്കുക. ഈ സെക്ഷൽ ഇത് ഇല്ലാതാക്കാൻ, അതിൻ്റെ ഡിസയർ ഇല്ലാതാക്കാൻ നിങ്ങൾ പോയി വിവാഹം കഴിക്കുക എന്ന് പറയും. അപ്പം ബൈബിൾ അനുസരിച്ച്, ക്രിസ്ത്യാനിറ്റി അനുസരിച്ചിട്ടാണ് ഭോഗിക്കുക എന്നുള്ള അർത്ഥം വരിക. ഇസ്ലാമിൽ അങ്ങനെ അർത്ഥമില്ല. ഡിക്ഷണറി മീനിങ്ങിൽ പലതും കാണും, വേർഡിൽ പല മീനിങ്ങിൽ കാണും. ഇപ്പം വിവാഹം എന്നടിച്ചാൽ കല്യാണം, മാരേജ് എന്നടിച്ചാൽ തന്നെ എന്താണ്, കൂടിച്ചേരുക, ദമ്പതികളാവുക, ക്ലോസ് യൂണിയൻ എന്നൊക്കെയാണ് അതിനകത്ത് അർത്ഥം കൊടുത്തിരിക്കുന്നത്. എല്ലാം പറയാൻ വരുന്ന ഒരു ഇതേ ഉള്ളൂ. വേറെ ഒരു ബന്ധത്തിലും ഇല്ലാത്ത ഒരു ബന്ധം ഇതിനകത്ത് അനുവദനീയമാണ്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒന്നിക്കുക എന്നുള്ള ഒരു ബന്ധം ഈ കല്യാണത്തിലൂടെ അനുവദനീയമാണ് എന്നുള്ളതാണ് എല്ലാവരും വെച്ചേക്കുന്ന കൺസെപ്റ്റ്. അത് വിവാഹം എന്ന് പറഞ്ഞാലും, വെഡ്ലോക്ക് എന്ന് പറഞ്ഞാലും, മാരേജ് എന്ന് പറഞ്ഞാലും, എങ്ങനെ പറഞ്ഞാലും അത് ഒന്നായിട്ട് വരും. അതിനകത്ത് ലാസ്റ്റ് ആ ഒരു ബന്ധത്തിനെ സാധൂകരിക്കുന്ന ഒരു വേറെ ഒരു ബന്ധം പറ്റത്തില്ല. മാതാവ് പിതാവ്, അല്ലെങ്കിൽ മാതാവും പുത്രനും, പിതാവും പുത്രനും, ഇങ്ങനെയൊക്കെ മകളും പിതാവും മകളും, ഇങ്ങനെയൊക്കെ ഇതിനകത്തെല്ലാം കൂടി ഒരു ചേർന്നാലും ഈ ഒരു ഒന്നിച്ചാവുക എന്നുള്ള ഈ കല്യാണത്തിൽ വരുന്ന ഒരു ബന്ധം വേറെ ഒരു ബന്ധത്തിലും വരത്തില്ല. അപ്പോൾ അതിനെ സാധൂകരിക്കുന്നവരാണ് വിവാഹം നമ്മൾ ഡീസൻ്റായിട്ട് പറയുന്നത്. ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ മീനിങ് ഇത് തന്നെയാണ്. പക്ഷേ പച്ചയ്ക്ക് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സെക്ഷൽ ഡാഷ് ഇല്ലാതാക്കാൻ നിങ്ങൾ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭോഗിക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യൻ തിയോളജി അനുസരിച്ച് വിവാഹത്തിനർത്ഥം. പക്ഷേ ഇസ്ലാമിൽ നിങ്ങൾ പറയണമെങ്കിൽ ഖുറാനിൽ നിന്ന് കാണിക്കണം അതെന്താണ്, അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. നിക്കായ്ക്ക് എന്താണ് ഖുറാൻ കൊടുത്ത അർത്ഥം. ഡിക്ഷണറിയിൽ കാലാകാലങ്ങളിൽ പല അർത്ഥത്തിന് വരും. ഇസ്ലാം അതിന് വേറെ അർത്ഥത്തിൽ പറയാറുണ്ട്. ഏത് കാര്യം, ഇപ്പോൾ സലാഹ് എന്നുള്ളൊരു അർത്ഥമുണ്ട്. സലാഹ് എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി മീനിങ് നോക്കി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നുള്ളതിന് മാത്രമേ ഉള്ളൂ, പ്രേ എന്നുള്ളതേ ഉള്ളൂ. ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കത്തില്ല, എനിക്ക് നല്ല ആരോഗ്യം തരണം, സമ്പത്തരണം, ഇങ്ങനെ ഇതിനെയാണ് സലാഹ് എന്ന് ഇതിൽ പറയുക, അറബിയിൽ പറയുക. പക്ഷേ അദ്ദേഹം ഖുറാനിലെടുത്ത് മീനിങ് നോക്കി കഴിഞ്ഞാൽ അതിന് വേറെ അർത്ഥമാണ് ഖുറാൻ കൊടുത്തിരിക്കുന്നത്, ഇസ്ലാം കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നിസ്കാരം നമ്മൾ പറയുന്നില്ല, കൈ കെട്ടി നിൽക്കുക, പിന്നെ മുട്ടിൽ ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുക, പിന്നെ സാഷ്ടാംഗം നെറ്റി താഴ്ത്തയാക്കി അത് പ്രണമിക്കുക, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ആരാധനയ്ക്കാണ് ഇസ്ലാം
സലാം എന്ന് പറഞ്ഞത്. അപ്പം ഓൾറെഡി ഡിക്ഷണറി മീനിങ് ഒന്നുള്ളപ്പോൾ ഇസ്ലാമിന് അതിന് വേറെ മീനിങ് കൊടുക്കും. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവർ ഡിക്ഷണറി മീനിങ് എടുത്ത് വെച്ചിട്ട് ഇത് വൃത്തികേടാണ്, നിങ്ങൾ മുസ്ലിങ്ങൾ ഇനി വിളിച്ചാൽ ഇതെങ്ങനെ പോകും, ഞങ്ങൾ നിൽക്കാമെന്ന് വിളിച്ചാൽ ഇനി പോകരുത്, ഇങ്ങനെ അതായത് മെനക്കെട്ടിരുന്ന് വർഗീയം വിളമ്പുക എന്നുള്ള ഇതെല്ലാം അപ്പോളജിറ്റുകളുടെ ഒരു സ്വഭാവമാണ് ഞാൻ പറയുന്നത്. ഇനി ശരിക്കും ഇസ്ലാം അനുസരിച്ച് എന്താണ് മാരേജ് എന്നുള്ളത്, എന്താണ് നിക്കാഹ് എന്നുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഖുർആൻ്റെ 4:21 നോക്കുക. അതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നത് നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഈ പുരുഷനും സ്ത്രീയും തമ്മിൽ എടുക്കുന്ന ശക്തമായ ഉടമ്പടി, മീസാക്കുൻ ഖലീലാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ശക്തമായ ഒരു ഉടമ്പടിയുടെ പേരാണ് നിക്കാഹ് എന്ന് പറയുന്നത്. ഒരു എഗ്രിമെൻറ്റ്, മാരേജിന് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞത് ഇസ്ലാം മാത്രമേ ഉള്ളൂ. വേറെ ഏതെങ്കിലും ഒരു റിലീജിയസ് ബുക്കിൽ നിങ്ങൾ കാണിച്ചാൽ ഇത് രണ്ടുപേരും തമ്മിലുള്ള എഗ്രിമെൻ്റാണ്. രണ്ടുപേർക്കും അവകാശങ്ങളും അതുപോലെ തന്നെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ്, അവകാശങ്ങളുണ്ട്, അവർക്ക് കടമകളുണ്ട്. അത് നിങ്ങൾ ഖുർആനിൽ 2:228 കാണാം. രണ്ടുപേർക്കും അവകാശങ്ങളും കടമകളുമുണ്ട്. ആ അവകാശങ്ങളും കടമകളും വെച്ച് അവരുള്ള എഗ്രിമെൻറ്റ്, രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ടുള്ള അവരവർക്കുള്ള അഗ്രിമെൻറ്റ്, ഡ്യൂട്ടീസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെ ചേരുന്ന ഒരു കോൺട്രാക്റ്റിൻ്റെ പേരാണ് വിവാഹം. ഇപ്പോൾ ഖുർആൻ്റെ 4:21 ഖുർആൻ്റെ 2:228 നോക്കി കഴിഞ്ഞാൽ ഇതാണ് നിക്കാഹ് എന്നുള്ള ഖുർആൻ കൊടുത്ത മീനിങ്. അപ്പോൾ നിങ്ങൾ ഈ കൊടുക്കുന്ന ഈ സംഭവിക്കുക എന്നുള്ള പറയുന്നതെല്ലാം തെറ്റിപ്പോയി, പാളിപ്പോയി. അത് ബൈബിളിലാണുള്ളത്. ഫസ്റ്റ് കൊറിന്ത്യൻസ് 7:2 സെക്ഷൽ ഡിസയർ നിങ്ങൾക്ക് തീർക്കണമെന്നെങ്കിലും കല്യാണം എന്തിനാണ്, ഭോഗിക്കാൻ വേണ്ടി എന്നുള്ളത് ബൈബിളിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ ഇതാണ് നിക്കാഹ്. ഇനി നിക്കാഹ് മുത്ത എന്താണെന്നുള്ളത് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അതിന് മുമ്പ് ഒരു ബേസിക് കാര്യം അറിയേണ്ടത്, ഇസ്ലാമിൻ്റെ നിയമങ്ങളെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് വന്നതല്ല. ഖുർആൻ ഇറങ്ങിയത് അല്ലെങ്കിൽ മറ്റ് ഖുർആൻ അല്ലാത്ത വഹിയാണെങ്കിലും ഒരു ദിവസം 40 വയസ്സിലാണ് പ്രവാചകന് വഹി ലഭിക്കുന്നത്. അന്ന് തന്നെ എല്ലാ നിയമങ്ങളും വന്നിട്ടില്ല. ഒരു 23 വർഷം കൊണ്ട് 40 വയസ്സ് മുതൽ 63 വയസ്സുള്ള പ്രവാചകൻ്റെ ഘട്ടം ഘട്ടമായിട്ട് പല കാര്യങ്ങളിൽ പല സ്റ്റേജുകളിലാണ് ഇസ്ലാമിൻ്റെ ഓരോരോ നിയമങ്ങൾ വരിക. ലാസ്റ്റ് പ്രവാചകൻ്റെ 63 വയസ്സിന് മുമ്പ് ഖുർആനും പൂർത്തിയായി, ഇസ്ലാമിൻ്റെ എല്ലാം തീർന്നു, വഹിയും തീർന്നു. ഇസ്ലാം പൂർണ്ണമാക്കപ്പെട്ടു. അങ്ങനെ ഒരു ഖുർആൻ്റെ ആയത്ത് തന്നെ ഉണ്ട്, ഈ ദിവസം നിങ്ങളുടെ മതം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ എൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് ഖുർആനിൽ വചനം തന്നെ ഉണ്ട്. അന്നത്തെ യഹൂദന്മാർ പറഞ്ഞു, ഇങ്ങനെ വചനം ഞാൻ കൊണ്ടുവരാൻ ഞങ്ങൾ നിങ്ങൾക്ക് പെരുന്നാൾ കൊണ്ടാടിയാണ്, പെരുന്നാൾ ആഘോഷിച്ചനെ എന്ന് യഹൂദന്മാർ പറഞ്ഞു. ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു, നിങ്ങളുടെ മതത്തെ, ഇസ്ലാം എന്ന മതത്തെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്നുള്ളൊരു വചനം യഹൂദന്മാർക്ക് മനസ്സിലായി ഇത് എത്രത്തോളം വെയിറ്റുള്ളൊരു വചനമാണെന്നുള്ളത്. അപ്പം അവസാനമാണ് അത് തീരുക. അതുവരെയും പല ഘട്ടങ്ങളായിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു നിയമം വരാത്തിടത്തോളം കാലം അന്ന് ആ സമൂഹത്തിൽ എന്തെല്ലാം ചെയ്തിരുന്നോ അതെല്ലാം ചെയ്യും. അതിനെ തിരുത്തുകയോ അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുകയോ അതൊക്കെ ചെയ്യുന്നത് ഓരോരോ സ്റ്റേജ് ചെയ്യുന്നവരെ അത് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് മദ്യം ആദ്യകാലങ്ങളൊന്നും ഹറാമേ അല്ലായിരുന്നു. മദ്യപിച്ചുകൊണ്ടിരിക്കും, ഒരു നിസ്കാരത്തിന് വരും. മദ്യപിച്ചുകൊണ്ട് നിസ്കാരം ആദ്യമേ കടമയായി. ആ സമയത്ത് മദ്യം ഹറാമെന്നുള്ള വചനം വന്നിട്ടില്ല. അപ്പോൾ നിസ്കരിക്കുകയും അവർ മദ്യപിക്കുകയും അതുപോലെ നിസ്കരിക്കുകയും ചെയ്യുമായിരുന്നു. അത് കാണിച്ചിട്ട് ഇത് കണ്ടില്ലേ, അന്നത്തെ ആൾക്കാർ മദ്യപിച്ചുകൊണ്ട് നിസ്കരിച്ചിരുന്നു, അതുകൊണ്ട് ഇന്ന് അതാണ് നിയമം എന്ന് ആരും പറയത്തില്ല. എന്നുവെച്ചാൽ ഇസ്ലാമിനെ കുറച്ചുകൂടെ അറിയാവുന്ന ആൾക്കാർ അങ്ങനെ പറയത്തില്ല. അത് പിന്നീട് 2-3 സ്റ്റേജിലായിട്ടാണ് തീർക്കുന്നത്. പിന്നെ വന്നു നിങ്ങൾ നിസ്കരിക്കുമ്പോൾ മദ്യപിക്കരുത് എന്നുള്ള വചനം വന്നു. അപ്പോൾ അതായത് ഒരു മൊത്ത തിന്മയിലും മുങ്ങിക്കിടക്കുന്ന ഒരു സമുദായത്തെ വെറുതെ റൂൾ പറഞ്ഞു പോകുമല്ല. ക്രിസ്ത്യാനിറ്റി പോലെ എന്തെങ്കിലും 2 വാക്ക് നിങ്ങൾ ഈ ചെറുത്ത് കാണിച്ച് ആ ചെറുത് കാണിക്കുക, നടക്കാത്ത ഒരു കാര്യം പറഞ്ഞിട്ട് ആ പേര് എന്ത് തോന്നിയ ദിവസം കാണിച്ചുകൊണ്ട് നടക്കുന്ന കണക്കല്ല ഇത്. ഇത് ഒരു ജനതയെ തന്നെ, സംസ്കാര ശൂന്യരായ, സംസ്കാരത്തിന് അടിത്തട്ടി കിടന്ന ഒരു ജനതയെ തന്നെ അതിൻ്റെ സംസ്കൃതിയുടെ ഉന്നതിയിൽ ചെയ്ത് കാണിച്ചൊരു മതമാണിത്. ആ 21 വർഷം കൊണ്ട് ആരും ശ്രദ്ധിക്കാതെ പ്രാകൃതമായ ജീവിതശൈലിയും അവരുടെ നിയമങ്ങളും ഗോത്രീയ നിയമങ്ങളും കൊണ്ടിരുന്ന ആൾക്കാരെ ലോക സംസ്കാരത്തിൻ്റെ ഉന്നതിയിൽ എത്തിച്ച മതമാണ് ഖുർആൻ. 21 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ഗ്രന്ഥമാണ്, അവരെ മാറ്റിയെടുത്ത ഗ്രന്ഥമാണ് ഖുർആൻ. ഇത് നമ്മൾ പറയുന്നതല്ല, എതിരാളികൾ തന്നെ പറയുകയാണ്. അതായത് ഒട്ടകത്തിനെയും ആടിനെയും ഷെപ്പേർഡ്സ് ആൻഡ് ക്യാമൽ റൈഡേഴ്സ് ദേ വർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ദ പിനക്കിൾ ഓഫ് വേൾഡ്സ് കൾച്ചർ എന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആൾക്കാർ തന്നെ പറയുന്നതാണ്. ഈ ഗ്രന്ഥമാണ് അതിനെ മാറ്റിയത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് അപ്പം ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം. ഒരു കാര്യം പറഞ്ഞ് അവരെ മാറ്റിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ മദ്യത്തിൻ്റെ സ്റ്റേജ് വന്നിട്ട് ഒരു സ്റ്റേജിൽ മൊത്തത്തിൽ ഹറാമാണ് മദ്യത്തിൽ വന്നു. അപ്പോൾ ആ സമയത്ത് മൊത്തം മദീന സ്ട്രീറ്റിൽ കംപ്ലീറ്റ് അവർ സ്റ്റോർ ചെയ്യുന്ന മദ്യങ്ങളെല്ലാം ഒഴുക്കി വിട്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇത്രയും കാലമായിട്ടും ഇതുവരെ അത് അവർ റീഫിൽ ചെയ്തിട്ടില്ല. അപ്പം പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ച മതമായതുകൊണ്ട് അതിൻ്റെ റൂൾ അത്ര എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ പല കാര്യങ്ങളും സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടും അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചും റൂളുകൾ മാറ്റി മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് അവസാനം ഒരു ഫൈനൽ റൂളിംഗ് കൊടുക്കും എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു രീതി. പല പലിശയിൽ കാണാം, പല രീതിയിലും നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഒരു ഇതിനകത്ത് അവർക്ക് അറബിയുടെ ഇടയിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നുള്ളത്, അവർ വ്യഭിചാരം ചെയ്തുകൊണ്ടിരുന്നു. അത് മൊത്തത്തിൽ ഇസ്ലാം അത് പാടില്ല എന്നാക്കി. എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഈ സെക്ഷൽ റിലേഷൻഷിപ്പ് വേണമെങ്കിൽ അത് മാരേജിലൂടെ മാത്രം, അല്ലെങ്കിൽ അടിമസ്ത്രീ സെപ്പറേറ്റ് വിഷയമാണ്. അത് ബൈബിളായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ പറയേണ്ട കാര്യമാണ്. അത് വേറെ ടോപ്പിക്കായിട്ട് തന്നെ എടുക്കുക. അപ്പം ഇങ്ങനെ നിൽക്കുക എന്നുള്ള ഞാൻ പറഞ്ഞില്ല എഗ്രിമെൻറ്റ് ഒരുപാട് ഞാൻ 2 വർഷം നേരത്തെ പറഞ്ഞില്ലായിരുന്നു നിൽക്കാന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഒരുപാട് റൂളുകളുണ്ട്. എങ്ങനെയാണ് പുരുഷനും സ്ത്രീയും തമ്മിൽ നിൽക്കുക, എന്താണ് അവരുടെ അവകാശങ്ങൾ, എന്താണ് അവരുടെ ഡ്യൂട്ടികളെന്ന് പറയുന്ന ഒരുപാട് വചനങ്ങളും ഹദീസുകളും ഇസ്ലാമിലുണ്ട്. ഇസ്ലാം ഒരു മാരേജിനെ കുറിച്ച് സംസാരിച്ച കണക്ക് വേറെ ഒരു മതവും സംസാരിച്ച് കാണത്തില്ല. അപ്പോൾ അതിൻ്റെ ബേസിക് റൂൾസാണ് ഞാൻ 2 പറഞ്ഞത്. ഖുർആൻ്റെ 4:21, ഖുർആൻ്റെ 2:228.
അപ്പം അത് പറഞ്ഞിട്ടാണ്, അത് മാത്രമാണ് ഇസ്ലാമിൽ അനുവദിച്ചിട്ടുള്ളത്. എന്താണ് ഒരു വിവാഹം എന്നുള്ളതിനകത്ത്. അതിൻ്റെ പുറത്തുള്ള എല്ലാ ബന്ധങ്ങളും അത് വ്യഭിചാരമായിട്ട് കണക്കാക്കപ്പെടും. അത് ഇസ്ലാം നിഷിദ്ധമാക്കി കുറേ നാൾ കഴിഞ്ഞിട്ട്. വിവാഹം എന്താണ്, വിവാഹത്തിൻ്റെ വചനങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വ്യഭിചാരം പാടില്ല എന്നുള്ളത് വളരെ ക്ലിയറായി. അന്ന് വ്യഭിചാരം ഒരു അറബികൾ വളരെ ക്ലിയറായിട്ട് ചെയ്യുമായിരുന്നു. അത് നിഷിദ്ധമാക്കി, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇസ്ലാം പറയുന്ന ആ കണ്ടീഷൻസിൽ ചെയ്യുന്ന നിക്കാഹ്, അതിൽ മാത്രമേ നിങ്ങൾ ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാവൂ എന്നുള്ളത് ഇസ്ലാമിൻ്റെ റൂളാണ്. അതിൻ്റെ അപ്പം തന്നെ എന്ത് ചെയ്തു, ഈ ടെമ്പററി മാരേജ് എന്നുള്ള ഒരു സിസ്റ്റം അന്നുണ്ടായിരുന്നു. അന്ന് ആൾക്കാർ പുറം ലോകത്തൊക്കെ പോകുമ്പോഴത്തേക്ക്, പുറത്ത് കച്ചവടത്തിനോ അല്ലെങ്കിൽ യുദ്ധത്തിനൊക്കെ വളരെ കാലം മാറി നിൽക്കുന്ന ഒരു സ്ഥിതി വിശേഷമുള്ളപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ടെമ്പററി ആയിട്ട് അവിടെയുള്ള സ്ത്രീയെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ഒരു മഹർ, ഇസ്ലാമിൽ മഹർ എന്നുള്ളൊരു സമ്പ്രദായമുണ്ട്, അങ്ങോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സ്ത്രീ കഴിക്കുന്നത്. സ്ത്രീധനമാണ് ഇവിടെ സാറിന് എല്ലാവരും അഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റാണത്. ആക്ച്വലി അവർക്കാണ് ഒരു സെക്യൂരിറ്റി കൊടുക്കേണ്ടത്, ഒരു എമൗണ്ട്. അത് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവരെ നോക്കേണ്ട കടമ ഇസ്ലാം ആ പുരുഷനാണുള്ളത്. അപ്പോൾ വിട്ടിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്കൊരു സെക്യൂരിറ്റി വേണമെന്നുള്ളതുകൊണ്ടാണ് അങ്ങോട്ട് കൊടുത്തിട്ട് വിവാഹബന്ധം ഉറപ്പിക്കാവൂ എന്നുള്ള ഒരു നിയമം ഇസ്ലാമിലുണ്ട്. ഈ ടെമ്പററി മാരേജ് എന്ത് ചെയ്യുന്നു വെച്ചാൽ വേറെ സ്ഥലത്ത് പോകുന്നതുകൊണ്ട് ഒരു പീരീഡ് നിശ്ചയിച്ച് സംസാരിക്കും. ഞാൻ ഒരു 3 മാസത്തേക്ക് അല്ലെങ്കിൽ 3 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഞാൻ നിങ്ങളായിട്ട് വിവാഹം കഴിക്കുന്നു, അത് ഞാൻ മാറും എന്നുള്ള രീതിയിൽ അവരുമായിട്ട് ഒരു കോൺട്രാക്ട് സംസാരിക്കും. അതൊരു കോൺട്രാക്റ്റാണ്, പക്ഷേ ടെമ്പററി കോൺട്രാക്റ്റാണ്. ഇതിനെയാണ് നിക്കാ മുത്ത എന്ന് പറയുക, ടെമ്പററി മാരേജ് എന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത്. ഈ സമ്പ്രദായം അന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പീരീഡ് വരെ പ്രവാചകൻ ഇത് നിഷിദ്ധമാക്കിയില്ലായിരുന്നു. ആ സമയത്ത് അത് അനുവദിച്ചിരുന്നു. അപ്പം അങ്ങനെ അന്നത്തെ ആ ഒരു സമ്പ്രദായം എങ്ങനെയാണോ ഈ നമ്മൾ മദ്യം നിരോധിച്ചില്ലയോ അതുപോലെ ഇത് നിരോധിക്കപ്പെട്ടില്ലായിരുന്നു. അത് ആൾക്കാർ ടെമ്പററി മാരേജ് ചെയ്തിരുന്നു. പിന്നെ ഒരു കാലം വന്നപ്പോഴത്തേക്ക് പ്രവാചകൻ അത് മൊത്തത്തിൽ ബാൻ ചെയ്തു. ഒരിക്കലും ഇനി പാടില്ല. ഇടയ്ക്ക് വെച്ചിട്ട് ചില സമയങ്ങളിൽ ടെമ്പററി റിലാക്സ് ചെയ്യും, ഈ ഒരു സമയത്ത് മാത്രം, യുദ്ധത്തിൽ മാത്രം, പിന്നീട് പാടില്ല എന്ന് പറയും. പിന്നെ ഫൈനലി എന്ത് ചെയ്തു, ഒരു ദിവസം മൊത്തത്തിൽ ഇനി അവസാന കാലഘട്ടം വരെ, ജഡ്ജ്മെൻറ്റ് ഡേ വരെ, ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ഇത് പാടില്ല, നിക്കാഹ് മുത്ത പാടില്ല. എന്താണ് ഈ ടെമ്പററി മാരേജ് എന്നുള്ള കൺസെപ്റ്റേ പാടില്ല. ആ പെർമനൻറ്റ് മാരേജ് എന്താണ് ഇസ്ലാം പറയുന്നത്, മഹർ കൊടുത്തിട്ട് പെർമനൻ്റ് ആയിട്ട് അവരുമായിട്ട് റെസ്പോൺസിബിലിറ്റി ആയിട്ട് അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവരുടെ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അവരെ നോക്കേണ്ട കടമകൾ, ഇങ്ങനെ ഒരുപാട് കടമകളൊക്കെ ഉണ്ട്. ഇനി അഥവാ തമ്മിൽ പിരിയണമെങ്കിൽ അതിന് സെപ്പറേറ്റ് റോളുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞിട്ട് അവർക്കുള്ള ഉപദേശങ്ങൾ, എങ്ങനെയാണ് ഭാര്യ ഭർത്താവ് നിൽക്കേണ്ടത്, അവർക്കുള്ള റോളുകൾ എന്തൊക്കെയാണ്, ഭാര്യ ഭർത്താവിനോട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അവർ തമ്മിൽ എന്താണ് വസ്ത്രങ്ങൾ പോലെയാണ്, അവർ തമ്മിൽ ഫ്രണ്ട്സ് പോലെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് നിയമങ്ങൾ വെച്ചിട്ട് അത് മാത്രമേ പാടുള്ളൂ എന്ന് ഇസ്ലാം അത് നിരോധിച്ചു. അവരുടെ അന്ന് അവരിലുണ്ടായിരുന്ന ആ നിക്കാഹ് മുത്ത എന്നുള്ളത് ഇസ്ലാം നിരോധിച്ചു. ഇപ്പം ഇനി പോയിന്റിലേക്ക് വരാം. ഇതാണ് മുത്ത നിക്കാഹ് എന്ന് പറയുന്നത്. ഇന്നത്തെ നസ്രീൻ പറയുന്ന കള്ളം എന്താണെന്ന് വെച്ചാൽ ഇത് അന്ന് നിരോധിക്കപ്പെട്ടിട്ടില്ല, പിന്നീട് അതായത് ഇത് നിരോധിക്കപ്പെട്ടില്ല, ഇന്നും അത് ഹലാലാണ് എന്ന് പറഞ്ഞ ടൈറ്റിൽ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അള്ളാഹു ഹറാമാക്കിയിട്ടില്ല ഇത്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഹറാം, നിങ്ങൾക്ക് ഈ ടെമ്പററി മാരേജ് ഇപ്പോഴും പറ്റും എന്നുള്ള ഒരു വലിയ കള്ളമാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതല്ല എന്നുള്ളതിന് ഒറ്റ തെളിവേ ഉള്ളൂ. പറഞ്ഞാൽ മനസ്സിലാവും. സഹീഹ് മുസ്ലിമിൽ 1406 എന്നുള്ള ഹദീസ് നോക്കുക. ഇതിനകത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവസാന ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ഈ നിക്കാഹ് മുത്ത നിരോധിച്ചു എന്നുള്ള ഹദീസാണ്. ഒറ്റ ലൈൻ മതി, ഒറ്റ ഹദീസ് മതി ഇത് നസ്രീൻ പറയുന്നത് കള്ളമാണെന്നുള്ളത്. പുള്ളി ഇത് വെച്ചിട്ട്, ഈ ഒരു കാര്യം വെച്ചിട്ട് ക്ലബ് ഹൗസിൽ കയറി നിറങ്ങിയിട്ടുണ്ട്. വളരെ മോശമായിട്ട് ഇത് അള്ളാഹു ഇപ്പോഴും പെർമിറ്റഡാണെന്ന് പറഞ്ഞ് ഇവിടെയും മറ്റ് ഹിന്ദി ആൾക്കാരുടെ അടുത്തും മറ്റ് ഇംഗ്ലീഷ് ആൾക്കാരുടെ അടുത്തും സ്ത്രീകളുടെ അടുത്തെല്ലാം പോയിട്ട് ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുക, ഈ മുർത്തതാക്കണം എന്നുള്ള ഇതെല്ലാം വെച്ചിട്ട് ഇങ്ങനെയുള്ള ഈ കള്ളം പറഞ്ഞിട്ട് ഭയങ്കര ആക്രോശം. പുള്ളി സ്പെഷ്യലിസ്റ്റാണ്, മുത്തയുടെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് ആൾക്കാരിങ്ങനെ വെരട്ടി, ആ വീഡിയോ എടുത്ത് നോക്കണം, സംസാരിക്കുന്ന രീതി തന്നെ ഭ്രാന്തനെ പോലെ ആയിരിക്കും സംസാരിക്കുന്നത്. നിർത്ത് ഒരു എന്താണ് സൈക്കിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ. എല്ലാ ഗ്രൂപ്പിലുള്ള എല്ലാവരും അത് തന്നെയാണ്. എന്നാലും ഇതൊരു മുന്തിയാനമാണത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഈ ഒരൊറ്റ ഹദീസ് മതി ഇത് പ്രവാചകനാണ് നിർത്തലാക്കിയത് എന്നുള്ളതിന്. ഈ ഒരൊറ്റ ഹദീസ് മതി. സഹീഹ് മുസ്ലിം 1406 അത് അള്ളാഹുവിൻ്റെ ദൂതർ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇത് അവസാന കാലം വരെ മുത്ത വിവാഹം നിരോധിച്ചു എന്ന് പറയുന്നത് കാണാം. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് മുത്ത എന്ന് കാണണമെങ്കിൽ സഹീഹ് മുസ്ലിമിലെ 1406 എന്നുള്ള ഹദീസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇത് എന്താണെന്നുള്ളത്. ഇത് ആദ്യകാലങ്ങളിൽ ഇസ്ലാമിൽ അനുവദിച്ചിരുന്നു. അതായത് അന്ന് ഇത് അവരുടെ ഇടയിലുണ്ടായിരുന്നു. അത് ഇസ്ലാം ഫോർബിഡ് ചെയ്തില്ല, അതങ്ങനെ തന്നെ കൊണ്ടുപോയി. ഏതുപോലെ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. പണ്ട് ഇന്ന് ചത്തതിനെ കഴിക്കാൻ പാടില്ല, രക്തം കഴിക്കാൻ പാടില്ല, പന്നിയെ കഴിക്കാൻ പാടില്ല, ഇതെല്ലാം ഇസ്ലാമിൻ്റെ റൂളാണ്. ആദ്യകാലങ്ങളിൽ അതൊന്നും തടുക്കപ്പെട്ടിട്ടില്ല. അതുപോലെയാണ് ഇതും എന്ന് ക്ലിയറായിട്ട് ഒരു സഹാബ പറയുന്നതിനകത്ത് കാണാം. ഇത് ആദ്യകാലങ്ങളിൽ പെർമിറ്റ് ചെയ്തിരുന്നു. ഏതുപോലെ എന്ന് വെച്ചാൽ പന്നിയുടെ ഇറച്ചി കഴിക്കാൻ പാടില്ല എന്നുള്ള റൂൾ വരുന്നതിന് മുമ്പ് പന്നി ഇറച്ചി അവർ കഴിക്കാൻ വരുന്നു. രക്തം കഴിക്കാൻ പാടില്ല, ഹറാമാണ്. ചത്തതിനെ കഴിക്കാൻ പാടില്ല, അത് ഹറാമാണ്. ഇതെല്ലാം ആദ്യകാലങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ ഇതും പെർമിറ്റഡ് ആയിരുന്നു. പിന്നെ അള്ളാഹു അവൻ്റെ മതത്തിൽ നിയമങ്ങൾ ഇറക്കിയപ്പോൾ ഇത് ഈ നിക്കാഹ് മുത്ത എന്നുള്ളത് അള്ളാഹു അത് പ്രൊഹിബിറ്റ് ചെയ്തു, ഹറാമാക്കി എന്നുള്ളത് നിങ്ങൾക്ക് സഹീഹ് മുസ്ലിമിൽ 1406 കാണാം. ഇത് പ്രവാചകനാണ് നിർത്തിയെന്നുള്ളത് സഹീഹ് മുസ്ലിം 1406 കാണാം. ഇവിടെ നസ്രീൻ്റെ വലിയൊരു കള്ളം പൊളിയാണ്. നസ്രീൻ പറയുന്നത് ഇത് പ്രവാചകൻ്റെ കാലത്ത് ആക്കിയിട്ടില്ല. പുള്ളിയുടെ ആ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ അള്ളാഹു ഇത് ഹലാലാക്കി എന്നുള്ളത്.
ഇത് നിങ്ങളെങ്ങനെ അത് ഹറാമാക്കുന്നു എന്നുള്ളത്. ഇത് അള്ളാഹു തന്നെയാണ് ഹറാമാക്കിയത് എന്നുള്ളതിൻ്റെ തെളിവാണിത്. അപ്പോൾ ഇത് വലിയൊരു കാര്യമാണ്. ഇസ്ലാമിനെതിരെ വളരെ മോശമായ ഒരു പരാമർശം നടത്തുമ്പോൾ അത് ശരിക്കും നോക്കിയിട്ടോ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ ഒരു പ്രചരണം കൊണ്ട് ഇറങ്ങി സോഷ്യൽ മീഡിയയിലും സ്ത്രീകളുടെ അടുത്തും എല്ലാം ഇങ്ങനെ ഇറങ്ങണമെങ്കിൽ എത്രത്തോളം അവർക്കൊരു മനസ്സിൽ ഒരു സത്യസന്ധത ഇല്ലാതെയും മനസ്സിൽ ആ ഇരുട്ട് ബാധിച്ച ഒരു മനസ്സുമാണെന്നുള്ളത് ഓർക്കണത്. എങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളത് ഇത്രയ്ക്കും കള്ളം പച്ചയ്ക്ക് ക്ലിയറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പ്രവാചകനാണ് ഇത് ചെയ്തതെന്നുള്ളത്. ഇവർ കൊണ്ടുവരുന്ന വാദം ഇത് പ്രവാചകനല്ല ഉമറാണ് ചെയ്തത് എന്നുള്ള ചില ഹദീസിലെടുത്ത് തെറ്റിദ്ധരിപ്പിക്കും. ഈ ഹദീസ് പറയില്ല അവർ, ഈ ഹദീസ് ആരുടെ പറയില്ല, അവർ പറയാൻ സമയത്തില്ല. അവർക്കറിയാം ഈ ഹദീസ് ഉണ്ടെന്നുള്ളത് അറിയാം, എന്നാലും പറയത്തില്ല. കള്ളവും കാപട്യവുമാണ് ഇവരുടെ മൂലധനം എന്ന് പലപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ വലിയൊരു എക്സാമ്പിളാണിത്. ഈ ഹദീസ് പറയാതെ ചില ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഹദീസിൽ വായിക്കുമ്പോൾ അതിൻ്റെ രീതിയിൽ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ മിസ്ഗൈഡ് ആവും. ഇപ്പം ഇത് അറിയാവുന്നവർക്കേ പറ്റത്തുള്ളൂ. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് മിസ്ഗൈഡ് ചെയ്യും. അങ്ങനെ ചില ഹദീസുകളുണ്ട്. അത് എന്താണെന്ന് നോക്കാം. ഇനി ഇത് പ്രവാചകനല്ല ഇത് നിർത്തലാക്കിയത് ഉമറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ഹദീസുകൾ കാണിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിമിൽ 1405C എന്നുള്ള ഹദീസിനകത്ത് ഈ മുത്താ മാരേജ് അബൂബക്കറിൻ്റെ കാലത്തും ഉമറിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു, പ്രൊഫറിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു, അബൂബക്കറിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു, ഉമറിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ള ഹദീസ് കാണിക്കും. ഇത് കാണിച്ചിട്ട് പറയും കണ്ടോ ഇപ്പോൾ മുത്ത ഇവിടെ നിർത്തി, ആരും നിർത്തി, ഇത് ഉമറിൻ്റെ കാലം വരെയും ഇത് ഉണ്ടായിരുന്നു, അന്നും പ്രബലൻ്റ് ആയിരുന്നു എന്നൊരു ഹദീസ് വെച്ചിട്ട് ഇത് മുത്താ മാരേജ് നിർത്തിയിട്ടില്ല എന്നൊരു വാദം. ഇവിടെയാണ് ഇവിടെ കൺഫ്യൂഷൻ ചെയ്യുന്നത്. ഇത് ക്ലിയർ ഹദീസ് മറ്റൊരു ഹദീസിനകത്ത് ഇത് പ്രവാചകൻ റിസറക്ഷൻ വരെ അന്ത്യനാൾ വരെ, അതായത് ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ഇത് പ്രവാചകൻ നിർത്തലാക്കിയെന്ന് പക്ക ഹദീസ് ഉള്ളപ്പോൾ അത് ഇവർ കണ്ട പോലെ കാണിക്കത്തില്ല, നോക്കത്തില്ല. അവർക്ക് അറിയാം ഇതുണ്ടെന്നുള്ളത്, പക്ഷേ ഇത് കാണിക്കത്തില്ല. വരുന്നവർ ചർച്ചയ്ക്ക് വരുന്ന ആൾക്കാരുടെ അടുത്ത് അവരെ കള്ളം പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യാനായിട്ട് ഈ ഹദീസ് എടുത്ത് കാണിക്കും. കണ്ടോ ഇതിനകത്തുണ്ട്, അപ്പം പ്രവചനമല്ല നിർത്തിയത്, ഉമറിനാണോ വഹി വരുന്നത്, വേറെ അതിനകത്ത് ഉമറാണ് നിർത്തിയെന്നുള്ള ചില ഹദീസുകൾ കാണാം. ഉമർ ഇത് നിർത്തലാക്കി എന്നുള്ളത് ഒരു ഹദീസ് കാണാം. ഇത് വെച്ചിട്ട് പ്രവചൻ്റെ കാലത്ത് നിർത്തിയിട്ടില്ല, ഇത് ഉമറിൻ്റെ കാലത്താണ് നിർത്തിയത് എന്നും പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഇന്നും ഹലാലാണ് എന്നുള്ള ടൈറ്റിലോട് കൂടി തന്നെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മളെ കള്ളവന്ന് പൊളിച്ചു. ഇത് ഉമറിൻ്റെ കാലത്തല്ല ചെയ്തത്, ഈ പ്രവാചകൻ്റെ കാലത്ത് തന്നെ ക്ലിയർ വേർഡിങ്സിനകത്ത് ഇത് പാടില്ല, ഇനിമേൽ പാടില്ല എന്നുള്ളത്. വേറെ ഹദീസുണ്ട്, ഞാൻ ഒരെണ്ണം മാത്രം കാണിച്ചതേ ഉള്ളൂ, പ്രവാചകനാണ് നിർത്തലാക്കിയെന്നുള്ളത്. ഇനി ഇതിന് എക്സ്പ്ലനേഷൻ, ഇതെന്താണ് ഇതിങ്ങനെ വരാൻ കാര്യം, ഇത് ഉമറിൻ്റെ കാലം വരെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നല്ലോ എന്ന് പറയുന്നത്. അതിന് ഇസ്ലാമിൻ്റെ ബേസിക്സ് അറിയണം. ഇത് ഇവർക്ക് അറിയത്തുമില്ല. അവിടെ നിന്ന് ഇവിടുന്ന് പിച്ച് ഇന്ത്യ ആരെങ്കിലും പറയുന്ന ഇംഗ്ലീഷ് വീഡിയോയിൽ പറയുന്ന നോക്കിയിട്ട് അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറക്കുക എന്നുള്ളതാണ് ഈ നസീറിൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവർക്ക് എൻ്റെ ബേസിക്സ് എന്താണ്, ഹദീസ് ഇത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഒന്നും അറിയാത്തതിൻ്റെ കുഴപ്പവും പ്ലസ് കയ്യിൽ നിന്നുള്ള കള്ളങ്ങളും. അതുകൊണ്ടാണ് ഇത് തെറ്റിദ്ധരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഖുർആൻ്റെ ഒരു ആയത്ത് വന്നു കഴിഞ്ഞാൽ, വഹി വന്നു കഴിഞ്ഞാൽ അപ്പോഴേ പ്രവാചകൻ എഴുതാനായിട്ട് ആൾക്കാരെ വെച്ചിട്ടുണ്ടാവും. എഴുതുന്ന ആൾക്കാരെ അവരെ വിളിച്ചിട്ട് അപ്പോഴേ എഴുതാൻ പറയും. അത് മനപ്പാഠം ചെയ്യും. അത് അർത്ഥത്തെ നിസ്കാരത്തിൽ അത് ഓതും. അങ്ങനെ ആൾക്കാരെല്ലാം അത് മനപ്പാഠം ചെയ്ത് ഖുർആൻ്റെ ആയത്തുകൾ എല്ലാവരുടെ കയ്യിലും കിട്ടും. ഹദീസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഈ ഹദീസിൻ്റെ വഹി വരുമ്പോൾ കൂടെ ആരാണോ ഉള്ളത് അവർ മാത്രമേ ഇത് കേൾക്കത്തുള്ളൂ. ഇത് ഖുർആൻ പോലെ ഇത് അതേപടി എഴുതി വെച്ച് എല്ലാവരിലും എത്തിക്കണം എന്നുള്ള ഇതൊന്നും അന്നില്ലായിരുന്നു. അന്ന് ആരെങ്കിലും ഒരു സഹാബിയോ രണ്ട് സഹാബിയോ ആരുണ്ടായിരുന്ന കൂടെ അവർ മാത്രം ഇത് കേൾക്കത്തുള്ളൂ. അവർ പോയിട്ട് അവിടെ കുട്ടികളുടെ അടുത്തോ അവരുടെ അടുത്തുള്ള ആൾക്കാരുടെ അടുത്തോ പറഞ്ഞ് ഇങ്ങനെ അത് ഒരു ചെറിയ റേഞ്ചിൽ മാത്രമേ അത് എത്തത്തുള്ളൂ. എല്ലാവരിലും എത്തണമെന്നില്ല. എന്നുവെച്ചാൽ പലരും ജോലിക്ക് പോകും. എല്ലാവരും എപ്പോഴും പ്രവാചകൻ്റെ കൂടെ എല്ലാ സാഹിബുകളും കാണത്തില്ലല്ലോ. അവർ പലരും പല രീതിയിൽ ഇത് വെച്ചിരുന്നു. മാക്സിമം ഹദീസ് പഠിക്കാനായിട്ട് തന്നെ ചില ആൾക്കാർ എന്ത് ചെയ്തിരുന്നു വെച്ചാൽ ഉമറിൽ വന്ന് തന്നെ രണ്ടുപേർ പാർട്ണർഷിപ്പ് ചേരും. ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ഒരു ദിവസം നീ ജോലിക്ക് പോവുക, ഞാൻ ഒരു ദിവസം പ്രവാചകൻ്റെ കൂടെ നിൽക്കും. എന്നിട്ട് അന്നത്തെ ഹദീസെല്ലാം ഞാൻ നോട്ട് ചെയ്യും. എന്നിട്ട് നിനക്ക് പറഞ്ഞു തരും. അടുത്ത ദിവസം ഞാൻ ജോലിക്ക് പോകും, നീ പ്രവാചകൻ്റെ കൂടെ നിൽക്കുക, എന്നിട്ട് അതെല്ലാം എനിക്ക് തരാം. എന്നിട്ട് ഇതിനകത്ത് ബിസിനസ്സിൽ ജോലിക്ക് വരുന്ന ശമ്പളം നമ്മൾ പതിയായിട്ട് ഡിവൈഡ് ചെയ്യും എന്നുള്ള അങ്ങനെ വെച്ച് പ്രവാചകൻ്റെ അടുത്ത് നിന്ന് പഠിച്ച ആൾക്കാരുണ്ട്. ചില ആൾക്കാർ അബൂ ഹുറൈറ പോലെ ആൾക്കാർ ജോലിക്ക് പോകാതെ പട്ടിണി കിടന്ന് വയറിനകത്ത് കല്ലൊക്കെ കെട്ടി കൂടെ തന്നെ നടന്ന് എല്ലാ ഹദീസും കേട്ടിട്ട് മനപ്പാഠം ചെയ്തത്. അതുകൊണ്ടാണ് അബൂ ഹുറൈറ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ പറയുന്നത്. അബൂ ഹുറൈറ ചോദിക്കും, നിങ്ങൾ ഇത്രയും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ പറയും, നോക്ക്, ഞാൻ കൂടെ തന്നെ നിന്ന് പണിക്കും പോകാതെ കൂടെ പ്രവചനം ഓരോ ഇതും ഞാൻ നോട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ടെസ്റ്റും ചെയ്യും. ഒരു സാഹിബ് വരുമ്പോഴത്തേക്ക് ഇന്നലെ നൈറ്റ് ഇഷായ്ക്ക് പ്രവചനം ഓതിയ സൂറത്ത് ഏതാണെന്ന് എനിക്ക് അറിയാമെന്ന് ചോദിക്കും. അയാൾ വന്നിട്ടുണ്ടാവും. നിഷ നിസ്കരിച്ചോ ചോദിക്കും. ഞാൻ നിസ്കരിച്ചു. എങ്കിൽ ഇന്നലെ ഓതിയ ആയത്തെ ഏതാണ് എന്ന് പറഞ്ഞാൽ ആ സാഹിബിക്ക് ഓർമ്മ കാണത്തില്ല. അപ്പം ഞാൻ പറയാമെന്ന് പറയും. അപ്പോൾ ഞാൻ അങ്ങനെ വളരെ കീനായിട്ട് പ്രവാചകൻ്റെ ഓരോ ചലനം ഞാൻ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടെ ഹദീസ് നോട്ട് ചെയ്യുന്നത് എന്ന് അബൂ ഹുറൈറ പറയുന്ന കേൾക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഹദീസ് എല്ലായിടത്തും ഒരേപോലെ എത്തത്തില്ല. ആരാണെന്ന് അവൈലബിൾ ആയിട്ടിരിക്കുക അവർക്ക് മാത്രമേ എത്തത്തുള്ളൂ. ആ ഒരു സംഭവമാണ് ഇതിനകത്ത് മുത്താ മാരേജിൻ്റെ കാര്യത്തിൽ അറിഞ്ഞത്. ഇത് ഈ മുത്താ മാരേജ് ഫുള്ള് ബാൻ ആയെന്നുള്ളത് കുറേ ചെറിയൊരു കൂട്ടം സഹാബികൾ മാത്രമേ ഇത് എത്തിയിട്ടുള്ളൂ. ഉമറിന് പോലുള്ള ആൾക്കാർക്ക് എത്തിയിട്ടില്ല. ചില ആൾക്കാർക്കും ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർക്കും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തില്ല. കുറേ പേര് ഇത് ഉമറിൻ്റെ കാലത്ത് വരെ ഞങ്ങൾ ഇത് കണ്ടിരുന്നു, ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടു എന്ന് പറയുന്ന ആൾക്കാരിൽ എത്തിയിട്ടില്ല. അപ്പോഴാണ് കേട്ട ആൾക്കാർ പറയും ഇല്ല പ്രവാചകൻ പറഞ്ഞു എന്ന് പറയും. അങ്ങനെയാണ് മനസ്സിലാക്കുക. ഇങ്ങനെ ചർച്ച വരുമ്പോൾ ഒരു ഡിസ്പ്യൂട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പല ഡിസ്പ്യൂട്ടും ഹദീസിൽ കാണാം. രണ്ട് സാഹിബുകൾ രണ്ട് പറയും. ഒരാൾ പറയും ഇല്ല ഇതായിട്ടില്ല, ആയെന്ന് പറയും. അപ്പോൾ അതിൻ്റെ സന്നദ്ധോടുകൂടി അല്ലെങ്കിൽ
കാര്യഗണത്തോട് പറയും, ഇത് പ്രവചന ഇന്ന സമയത്ത് പറഞ്ഞു പറയുമ്പോഴത്തേക്ക് അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. ഇങ്ങനെ ഒരുപാട് കാണാം. ഈ മുത്താറുടെ കാര്യത്തിൽ മാത്രമല്ല, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പല കാര്യത്തിൽ നിസ്കാരത്തിൽ ഒരുപാട് ചേഞ്ചസ്, നേരത്തെ ചേഞ്ചസ് പോലെ അല്ല പിന്നീടുള്ളത്. ഈ മുട്ടിൽ ഇപ്പോൾ രണ്ട് മുട്ടിലും പിടിച്ചിട്ടാണ് നമ്മൾ നിസ്കരിക്കുക. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു, വേറെ രീതിയിലായിരുന്നു. അപ്പോൾ അതൊക്കെ അറിയാതെ സഹാബികൾ ചെയ്തിട്ടുണ്ട്. വേറെ ക്ലാസിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റൂള്, അത് ഉമറിൽ നിന്ന് അറിയാതെ പോയ റൂള്, ഒറ്റ റൂള്, മുത്താർ വിവാഹം പോലെ തന്നെ മറ്റൊരു റൂള് പറയുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അതിനകത്ത് കയറുന്നതിൻ്റെ ഒരു മര്യാദയുണ്ട്, എങ്ങനെയാണ് വീട്ടിൽ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത്. വെളിയിൽ നിന്നിട്ട് നമ്മൾ സലാം പറയണം, അസ്സലാമു അലൈക്കും എന്ന് പറയണം. ഒരിക്കൽ പറയണം, എന്നിട്ട് അവിടെ നിന്നുള്ള ആൻസറിന് വെയിറ്റ് ചെയ്യണം, അവർ മറുപടി വരുന്നുണ്ടോന്ന്. ഒരിക്കൽ പറഞ്ഞു മറുപടി വന്നില്ല, രണ്ടാമത് പറഞ്ഞു മറുപടി വന്നില്ല, മൂന്നാമത് ഒട്ടവും മറുപടി വന്നില്ലെങ്കിൽ പിന്നെ അപ്പോഴേ സ്ഥലം കാലിയാക്കാന്നുള്ളത്. അപ്പോൾ അകത്ത് ആളുണ്ടായിരിക്കാം, സംസാരിക്കുന്ന കേൾക്കായിരിക്കാം. പക്ഷെ നമുക്ക് മറുപടി തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പോൾ നമുക്ക് പറ്റിയ സമയമല്ല എന്നുള്ളത് വളരെ ഉദാത്തമായ ഒരു റൂള് ഇസ്ലാമിൽ എങ്ങനെ കയറണം. ഖുർആനിൽ തന്നെ ഉണ്ട്, വീടുകളിൽ കയറുന്ന ബാക്ക് സൈഡിൽ കൂടെ കയറുന്നതൊക്കെ ഇതുണ്ട്. അപ്പം എല്ലാവരും പറയുന്നത് നിങ്ങൾ ഖുർആനിൽ നിസ്കരിക്കുന്ന പോലും ഇല്ലല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് വീട്ടിൽ കയറുന്നത്, ബാക്ക് ഡോറിൽ കൂടെ കയറരുത്, അങ്ങനെയുള്ള മനുഷ്യരുടെ നന്മ പഠിപ്പിക്കാൻ വന്ന മതമായതുകൊണ്ട് അതെല്ലാം ഖുർആനിൽ കാണും, ഡീറ്റെയിൽഡ് ഹദീസിലും കാണും. അതൊരു കുറ്റമായിട്ട് പറയും, ഇത് നിങ്ങൾ നിസ്കരിക്കുന്ന എങ്ങനെയാണ് ഖുർആനിലില്ല. ചെന്ന് നോക്കുക, വേറെ മനുഷ്യന് വേണ്ടി എന്തൊക്കെ ഉണ്ടെന്നുള്ളത് വീട്ടിൽ കയറുന്നത് പോലും ഖുർആനിൽ കാണും. പക്ഷേ നിസ്കരിക്കുന്ന രീതി എങ്ങനെയാണ് ഹദീസിലെ കാണത്തുള്ളൂ. അതിനെന്താ ഇപ്പോൾ രണ്ടും കൂടെ നോക്കിയിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ മനുഷ്യനെ സംസ്കരിക്കാമെന്ന് മതമാകുമ്പോഴത്തേക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം കാണും. അല്ലാതെ വെറുതെ ഒരു കർണത്ത് അടിക്കാൻ മറ്റേ കർണത്ത് കാണിച്ചു കൊടുക്കാമെന്ന് നടക്കാത്തൊരു കാര്യം പറഞ്ഞിട്ട് അതൊന്നും ഇത് ചെയ്യാതെ എല്ലാ രാജ്യങ്ങളും ആക്രമിച്ചുകൊണ്ട് നടക്കുന്ന ക്രിസ്ത്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഐഡിയോളജി പോലെ അല്ല ഇത്. അപ്പം ഇതാണ് ഇസ്ലാമിൻ്റെ റൂള്. അപ്പോൾ ഇതൊരു ഹദീസായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഒരു സഹാബി വന്നിട്ട് ഉമറിൽ ഞങ്ങളെ കാണാൻ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ 3 വട്ടം സലാം വിളിക്കും, 3 വട്ടം സലാം പറയും. അപ്പോഴത്തേക്കും ആൻസർ വരാത്തതുകൊണ്ട് തിരിച്ചങ്ങ് പോകും. അപ്പോൾ ഈ സഹാബി തിരിച്ചു പോയത് അറിയാതെ ഉമർ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കുക, ആരാണ് ഇവിടെ വന്ന് എന്നെ വിളിച്ചത്, സലാം പറഞ്ഞ ആരാണെങ്കിൽ സഹാബി കാണുന്നില്ല. അപ്പോൾ അന്വേഷിക്കും ആരവിടെ വന്നിട്ട് നിൽക്കാതെ പോയത് എന്താണ്. അപ്പോൾ ഈ സഹാബി വിളിച്ചിട്ട് വരും. അപ്പോൾ ചോദിക്കും, നീ അങ്ങനെ വിളിച്ചിട്ട് 3 വട്ടം സലാം പറഞ്ഞ് പിന്നെ ഞാൻ നോക്കുന്നത് കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഹദീസ് പറയും, പ്രവാചകൻ ഇങ്ങനെ ചെയ്തിരുന്നു, 3 വട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ ദേഷ്യം വരും, അതെങ്ങനെ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനെ ഒരെണ്ണം, ഇപ്പം നീ ഇതിന് വേറെ വിറ്റ്നസ് കാണിച്ചില്ലെങ്കിൽ ഇപ്പം നടക്കുന്നതിന് വേറെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുക സഹാബിയുടെ. അങ്ങനെ പേടിച്ച് സഹാബി പോയിട്ട് മറ്റു സഹാബിയുടെ ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ, പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരാൾ പറയും, ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് 3 വട്ടം പറഞ്ഞ് ഞാൻ നിൽക്കരുതെന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ട് വിറ്റ്നസ് കൊടുത്ത് പ്രൂവ് ചെയ്യും മൂലന് വന്നിടത്ത്. അപ്പോൾ പറയും ശരിയാണ്, ഞാൻ എന്തിനും ചക്കാലത്തൊക്കെ ഒരുപാട് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഞാൻ പുറം വലിയ അന്യ നാടുകളിലൊക്കെ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുമായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഹദീസ് മിസ്സായിപ്പോയി, കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ അതിൽ പെട്ടതാണ് ഇത് എന്ന് പറയുന്ന കാണാം. അപ്പോൾ ഇതിൻ്റെ റെഫറൻസ് നോക്കണമെങ്കിൽ അബുദാബുദിൽ 5182, അതുപോലെ ബുഖാരിയിൽ 6245, ഇത് രണ്ടും ചേർത്ത് വായിച്ചാൽ മനസ്സിലാവും. ഞാൻ ബിസിനസ്സിൽ പോകുന്നതുകൊണ്ട് എനിക്കിത് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഹദീസിൻ്റെ ചെയിൻ വരിക. എല്ലാവർക്കും എല്ലാ ഹദീസ് അറിയണമെന്നില്ല. അതുകൊണ്ടാണ് എന്താ പറഞ്ഞത്, ഈ മുത്താൻ വരിക അബൂബക്കറിൻ്റെ കാലത്ത് ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പലരും പറഞ്ഞതും, അതുപോലെ ഇത് ഉമറിൻ്റെ കാലത്താണ് നിർത്തലാക്കിയതെന്ന് പലരും പറഞ്ഞതൊക്കെ പല ഹദീസിൽ വരുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഇത് പ്രവാചകൻ നിർത്തലാക്കിയതാണ്. ചില സഹാബികൾക്ക് അറിഞ്ഞിട്ടുണ്ട്, ചില സഹാബികൾ അറിഞ്ഞിട്ടില്ല. അവർ ഡിസ്പ്യൂട്ടും സംസാരം വരുമ്പോഴത്തേക്കാണ് ഇങ്ങനെ ഹദീസ് ഉണ്ടെന്നുള്ളത് അറിയുക. അപ്പോൾ ഇത് വെച്ചിട്ട് നസ്രീൻ വലിയൊരു കള്ളം പഠിച്ചുണ്ടാക്കുന്നത്, ഇത് ഉമറിൻ്റെ കാലത്ത് പോലും നടന്നിട്ടില്ല, ഇത് നിർത്തലാക്കിയിട്ടില്ല, അത് പ്രവാചനാണ്, ഉമറിന് വഹി വരുമോ, ആരാണ് നിങ്ങൾ പ്രവാചകൻ നിർത്തണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആക്രോശിച്ച് തള്ളുകയാണ്. അപ്പോൾ ഇത്രയും വലിയ കള്ളം ഒന്നുമില്ലാതെ 2 ഹദീസിനകത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പ്രവാചകൻ ചെയ്തൊരു ഹദീസുണ്ട്. ഇത് ഈ ഹദീസിൽ മനസ്സിലാക്കേണ്ട രീതി ഇങ്ങനെയാണ്. ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കേട്ടിട്ടില്ല എന്നാണ് അർത്ഥം. വേറെ ഹദീസുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഹദീസ് ബുക്ക് പോലെ ഒന്നും അടിച്ചിറക്കിയിട്ടൊന്നുമില്ല. അവരവർ കേട്ടത് അവരുടെ കയ്യിൽ കാണും, അവർ അടുത്തുള്ള ആൾക്കാർ പറയും, അവരുടെ മക്കളുടെ പറയും. അങ്ങനെ ചെറിയ രീതിയിലുള്ള, അല്ലാതെ നമ്പർ അടിച്ചുകൊണ്ട് സുന്നാ.com എടുക്കുന്ന നമുക്ക് ഹദീസ് എടുത്തിട്ടല്ല അന്നത്തെ സഹാബികൾ ജീവിച്ചിരുന്നത്. എല്ലാ ഹദീസും എല്ലാവർക്കും അറിയണമെന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില ഹദീസുകൾ വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം അറിയാത്ത ആൾക്കാരെ അത് മുതലാക്കി അവരെ പറ്റിക്കുക എന്നുള്ളത് ഈ അപ്പോളജിറ്റുകളുടെ മെയിൻ പരിപാടിയാണ്. ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഇവരെല്ലാത്തിലും അവർ പറയുന്ന ഇസ്ലാം വിമർശനത്തിൽ എല്ലാം നിങ്ങൾക്ക് ഇത് കാണാം. നമ്മൾ ഓരോ നമ്മൾ പറയുന്നുണ്ട്. ഇന്നലെ തന്നെ ഒരു ത്രെഡിൽ, ക്ലബ് ഹൗസ് ത്രെഡിനകത്ത് അള്ളാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ഫോളോ ചെയ്യണം എന്നുള്ളൊരു ആയത്ത് വരും. അതിനകത്ത് കൂടി എന്നുള്ള വാക്ക് ചേർക്ക് വരും. ഈ സ്ഥിരം ചെയ്യുന്ന അപ്പോളജിൽ ചെയ്യുന്ന അള്ളാഹു റസൂലും കൂടി ഒരു തീരുമാനം എടുത്താൽ അപ്പോഴത്തേക്ക് അർത്ഥമേ മാറും. അത് ട്രിനിറ്റിയിലേക്ക് വരെ കൊണ്ടുപോയതുകൊണ്ട് അവർ 2 തമ്മിൽ ഡിസ്കസ് ചെയ്തെന്ന് കൊണ്ടുവന്ന് ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ചെയ്യും. ആ ത്രെഡിൽ നമ്മൾ കയറി പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് ദേഷ്യം, എവിടെ കൂടി എന്നുള്ള വാക്ക് കാണിക്കുമ്പോഴത്തേക്ക് അത് കള്ളമായി പൊളിഞ്ഞു. അള്ളാഹു റസൂലും അനുസരിക്കാന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞാൽ അനുസരിക്കുക, റസൂൽ പറഞ്ഞാൽ അനുസരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവർ തമ്മിൽ കൂടി സംസാരിക്കുന്നുള്ളതല്ല. ഞാൻ എക്സാമ്പിൾസ് പറയാണ്. ഇവർ എങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്, കള്ളമാണ് ഇവർ, തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ് ഇവരുടെ ഒരേ മൂലാധാരം. ഇസ്ലാം വിമർശനത്തിൻ്റെ മൂലാധാരം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കള്ളം പറയുക, തെറ്റിദ്ധരിപ്പിക്കുക, ഈ രണ്ടിലും മാത്രമാണ് ഇവർ നിൽക്കുന്നത്. ഇതും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത്. ഇത് ഫുൾ ഇത് നമുക്ക് 4 വർഷമായിട്ട് ഇവർ തന്നെ നടത്തുന്നത്. എല്ലാത്തിനും പുറകെ പോയി നമുക്ക് പറയാൻ പറ്റുമത്. ഇതിപ്പോൾ ഒരു ചാൻസ് വന്നതുകൊണ്ട് നമ്മളതെടുത്ത് പറയുന്നതേ ഉള്ളൂ. ഒരു സാമ്പിൾ ഇത് കാണിക്കുന്നതെല്ലാം മനസ്സിലാവും. അപ്പം കൂടി സംസാരിക്കുക, കൂടി നേരെ വാക്കിട്ടിട്ട് അത് വേറെ അർത്ഥമാക്കി എടുക്കാണ്ട് അള്ളാഹും റസൂലും ഡിസ്കസ് ചെയ്തിട്ടാണ്, മ്യൂച്വലായിട്ട് ഡിസ്കസ് ചെയ്യണം. 2 പേരും ഒന്നാണ്. അള്ളാഹു ഒന്ന് പ്രവാചകൻ ഡിസ്കസ് ചെയ്യുന്നു, പ്രവാചകൻ അള്ളാഹുവിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് കൂടിയാണ് ഒരു തീരുമാനം. ആ കൂടി നേരെ വാക്ക് കാണിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അയാൾക്ക് ഹാലളവി തീർന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ അങ്ങോട്ട് എന്തെങ്കിലും പറയാൻ ദേഷ്യപ്പെടുക, അങ്ങനെ ചെയ്യുക എന്നുള്ളത്. ഇത് രണ്ടും അത് ഖുർആൻ ഹദീസാണ് എൻ്റെ അർത്ഥം.
അള്ളാഹു റസൂലും പറഞ്ഞാൽ കേൾക്കാന്ന് പറഞ്ഞാൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതും അതല്ലാത്ത വഹി നബി പറഞ്ഞത് എന്താണ് ഹദീസിൽ ഞാൻ പറയുന്ന പ്രവാചകൻ സ്വന്തമായി സംസാരിക്കില്ല, ഞാൻ എന്ത് പറയുന്നത് അത് മാത്രമേ സംസാരിക്കൂ എന്ന് പറയുന്ന ഹദീസിനകത്ത് ഖുർആൻ ആയത്തുണ്ട്. അത് വെച്ചിട്ട് പ്രവാചകൻ അല്ലാതെ ഖുർആൻ അല്ലാത്ത കാര്യങ്ങൾ മതകാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് അള്ളാഹു പറഞ്ഞതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് രണ്ടും തിരിക്കാനായിട്ട് ഖുർആനും ഹദീസും എന്നുള്ള രീതിയിൽ അള്ളാഹു പറഞ്ഞാലും റസൂൽ പറഞ്ഞാലും കേൾക്കുക എന്ന ഹദീസ്. അതിന് ഒരു കൂടി എന്നുള്ള വാക്ക് ചേർത്തിട്ട് അതിന് എത്ര റൂം നടത്തിയിട്ടുണ്ടെന്ന് അറിയാം. വെറും കള്ളത്തിൽ മാത്രം പൊതിഞ്ഞ ഒരു ഗ്രൂപ്പാണ് ഇവർ അപ്പോളജിറ്റുകളെന്ന് മനസ്സിലാക്കാനാണ് ഇതിനെ പറഞ്ഞത്. ഇനി ഇത് മുത്ത കഴിഞ്ഞു. ഇതേ പേരിൽ ഇനി തമത്തു എന്നൊരു സംഭവമുണ്ട്. അതിനെ ഇവർ ഹൈജാക്ക് ചെയ്തിട്ട് പോയി ഈ മുത്ത കൊണ്ടുവന്ന് തമത്തൂല് ചേർത്തിട്ട് തമത്തൂനെ തെറ്റിദ്ധരിപ്പിച്ച് അത് മുത്ത എന്ന് പറഞ്ഞ് അനുസരിച്ച് കാണിക്കുന്ന കള്ളമാണ് അടുത്തത്. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമത്തു എന്താണെന്നുള്ളത് അറിയണം. തമത്തു എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ 3 ടൈപ്പ് ഹജ്ജുണ്ട്. അതെന്താ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരാൾ ജീവിതകാലത്ത് പൈസ ഉള്ളവർ ആരോഗ്യമുള്ളവർ മക്കയിൽ പോയിട്ട് ആ ഹജ്ജിൻ്റെ ചില കർമ്മങ്ങളുണ്ട്, അത് ചെയ്തിട്ട് വരണം. അത് ഹജ്ജ് കടമയാണ്, 5 കടമയിലുള്ളതാണ്. അതിന് ഇഹ്റാം എന്നുള്ളത് പറയും. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ആ ഡ്രസ്സ് വെള്ളയും തുന്നാത്ത ഡ്രസ്സ് അതിട്ടിട്ട് വേണം ഹജ്ജിൻ്റെ കർമ്മം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഹജ്ജ് കർമ്മം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു ബൗണ്ടറി ഉണ്ട്. ഓരോ ലോകത്തിൻ്റെ പല സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഓരോരുത്തർക്ക് ഓരോ ബൗണ്ടറി വെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് വരികയാണെങ്കിൽ അതൊരു ബൗണ്ടറി, ഇനി സൗദിയിൽ നിന്ന് വരികയാണെങ്കിൽ അവർക്കൊരു ബൗണ്ടറി, ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ബൗണ്ടറി വെച്ചിട്ടുണ്ട്. അവിടെ വെച്ച് നിയത്ത് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷൻ, ഞാനിത് ഹജ്ജ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഉംറ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഇൻറ്റൻഷനോടാണ് കയറേണ്ടത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കർമ്മം വേറെയാണ്, അത് ഹജ്ജ് സീസണിൽ മാത്രം ചെയ്യേണ്ടതാണ്. അത് തന്നെ ഉംറ ആയിട്ട് ചെയ്യാന്ന് വെച്ചാൽ മറ്റു സീസണിൽ ചെയ്യുന്ന അതേ സംഭവം തന്നെ കുറച്ച് ആരാധനകളിൽ കുറച്ച് മാറ്റത്തോടെ ചെയ്യുന്നതാണ് ഉംറ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കുക. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത് ഇഹ്റാം എന്നുള്ളത് ആ ഡ്രസ്സിനെയാണ് പറയുക. ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹജ്ജ് കർമ്മത്തിൽ കയറി അല്ലെങ്കിൽ ആ ഉംറ കർമ്മത്തിലേക്ക് നമ്മൾ കടന്നു എന്നുള്ളതാണ് അർത്ഥം. ഇഹ്റാം ഇടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇഹ്റാമിൽ നിന്ന് പുറത്തു വന്നു പറഞ്ഞാൽ ഞാൻ കടമ കഴിഞ്ഞു, ഇപ്പോൾ ഞാൻ നോർമലായി എന്നുള്ളത് വെച്ചാൽ ആ ഹജ്ജ് അല്ലെങ്കിൽ ഉംറയ്ക്കുള്ള ആ നിയമങ്ങളൊന്നും ബാധകമാകത്തില്ല. പല നിയമങ്ങളുണ്ട് ഹജ്ജിനും ഉംറയ്ക്കും. ഇഹ്റാം ഇട്ട് കഴിഞ്ഞാൽ അവിടെ വേട്ടയാടാൻ പാടില്ല, മുടി മുറിക്കാൻ പാടില്ല, കുടുംബ ബന്ധങ്ങൾ പാടില്ല എന്നുള്ള റൂളുകളെല്ലാം ഉണ്ട്. അപ്പം ആ സമയത്ത് അതെല്ലാം ചെയ്യാൻ പാടില്ല. ഇഹ്റാം കഴിഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ അയാൾ നോർമൽ പേഴ്സണായി അതെല്ലാം ചെയ്യാം എന്നുള്ളത് റൂളുണ്ട്. അപ്പം ഈ ഹജ്ജ് 3 ടൈപ്പ് ഉണ്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഹജ്ജിന് മാത്രം നിയത്തായിട്ടിട്ട് ഹജ്ജിന് മാത്രം പോയിട്ട് ഹജ്ജ് മാത്രം ചെയ്തിട്ട് വരുന്നതാണ് ഹജ്ജ് ഇഫ്രാത്ത് എന്ന് പറയും. ഹജ്ജ് ഇഫ്രാത്ത് എന്ന് പറയുന്നതാണ് അതിന് പേര്. ഇനി മറ്റൊരു ഹജ്ജ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ടൈപ്പ് ഓഫ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഈ ഹജ്ജും ഉംറയും ചെയ്യും ഒറ്റ ഇഹ്റാമിൽ. ഇഹ്റാം അഴിക്കത്തില്ല. ഇഹ്റാമിൽ ഇടുമ്പോൾ തന്നെ ഉംറയും ഹജ്ജും ചേർത്ത് ഞാൻ ചെയ്യുന്നു ആ ഒരു നിയത്ത്, ആ ഇൻറ്റൻഷൻ ചെയ്തിട്ട് ഹജ്ജിൻ്റെ കർമ്മവും ഉംറയുടെ കർമ്മവും ഒന്നിച്ച് ചെയ്യും. എന്നിട്ട് മൊത്തത്തിൽ ഇഹ്റാമിൽ നിന്ന് പുറത്ത് വരും. ഇനി തമത്തു ഹജ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് ഫസ്റ്റ് ഉംറയുടെ നിയത്ത് വെച്ചിട്ട് ഇഹ്റാം കെട്ടും. ഇഹ്റാം ഇട്ടിട്ട് ഉംറയുടെ കടമെല്ലാം ചെയ്തിട്ട് എന്നിട്ട് ഇഹ്റാമിൽ നിന്ന് പുറത്ത് വരും. ആ ഡ്രസ്സ് പുറത്ത് വന്നിട്ട് മക്കയിൽ തന്നെ താമസിക്കും. ആ സമയത്ത് റെസ്ട്രിക്ഷൻസ് ഒന്നും കാണത്തില്ല. ഈ പറഞ്ഞ നേരത്തെ ഉള്ള കുടുംബ ബന്ധം പാടില്ല, വേട്ടയാടാൻ പാടില്ല, മുടി വെട്ടാൻ പാടില്ല, അങ്ങനെയൊക്കെ അതൊന്നും റെസ്ട്രിക്ഷൻസ് ഇല്ല. പക്ഷേ മക്കയിൽ തന്നെ നിന്നിട്ട് മക്കയിൽ താമസിക്കുന്ന ഒരു ലോക്കൽ ആൾ എന്തെല്ലാം റെസ്ട്രിക്ഷൻസ് ഇല്ല അയാൾ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യാം. എന്നിട്ട് ഹജ്ജിൻ്റെ സമയം വരുമ്പോഴത്തേക്ക് ഹജ്ജിൻ്റെ ഇഹ്റാം ഒന്നും കൂടെ ഇട്ടിട്ട് ആ ഹജ്ജിലേക്ക് കയറും. ഇതിനാണ് തമത്തു ഹജ്ജ് എന്ന് പറയുന്നത്. ഇപ്പം ഈ തമത്തു എടുത്തിട്ട് മുത്തമായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഹജ്ജിലും ടെമ്പററി മാരേജാണ് നടക്കുന്നത് എന്ന ഒരു വലിയ ഒരു കള്ളത്തരം. ഇതിനൊക്കെ ഭൂലോക കള്ളത്തരം. ഇത്ര കള്ളം ഇവർക്ക് എങ്ങനെ പറയാൻ പറ്റുന്ന അറിയാം. തമത്തു ഹജ്ജിൽ കൊണ്ടുവന്നിട്ട് മുത്ത ചേർക്കുന്നത് വെച്ചാൽ 2 തമത്ത് മുത്ത എന്നുള്ള വാക്കുകളുണ്ട്. ഒരു ഹദീസിനകത്ത് അങ്ങനെ പറയുന്നുണ്ട്. 2 മുത്ത ഉണ്ട്. ഒന്ന് ഹജ്ജിൻ്റെ മുത്ത, ഒന്ന് സ്ത്രീകളായിട്ടുള്ള മുത്ത എന്ന് പറഞ്ഞൊരു ഹദീസുണ്ട്. അതിൻ്റെ അർത്ഥം സ്ത്രീകളുടെ മുത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അത് ടെമ്പററി മാരേജാണ്, ആ സമയത്ത് മാത്രം ഒരു പീരീഡ് നിർണ്ണയിച്ച് ചെയ്യുന്നതാണ് നിക്കാ മുത്ത. ഇത് തമത്തൂൽ മുത്ത എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് നിർത്തുന്നില്ലേ, അതായത് ഈ ഹജ്ജിൻ്റെ 2 ഇഹ്റാം ഒരു ഇഹ്റാമിൽ നിന്ന് പുറത്ത് വന്നിട്ട് ആ റെസ്ട്രിക്ഷൻസ് എല്ലാം മാറുന്നില്ലേ. മുത്ത എന്നുള്ളതിന് പ്രഷർ എന്നുള്ള മീനിങ് ഉണ്ട്. ആ അർത്ഥത്തിലാണ് ഇവിടെ ഈ തമത്തു ഹജ്ജിന് മുത്ത എന്ന് പറയുന്നത്. മുത്താഫ് ഹജ്ജ് എന്നാൽ മുത്താഫ് ഹജ്ജ് എന്നുവെച്ചാൽ നിങ്ങൾ ഒരു ഇഹ്റാം കെട്ടിയിട്ട് ഉംറ ചെയ്തു, അതിൽ നിന്ന് നിങ്ങൾ മാറി ആ ഇഹ്റാമിന് പുറത്ത് വന്നിട്ട് നോർമൽ ആളെ പോലെ ജീവിക്കുന്നു. അതാണ് പ്ലഷർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായിട്ട് ഭാര്യയായിട്ട് കൂടാം, കുടുംബമായിട്ട് ജീവിക്കാം, എല്ലാം ചെയ്യാം. പിന്നെ ഒന്നും കൂടെ ഒരു ഇഹ്റാം ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്, എന്താണ് ഹജ്ജ് ചെയ്യുന്നത്. അപ്പം ഇത് പ്രവാചകൻ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കും. തമത്തു എന്നുള്ള ടൈപ്പിലുള്ള ഹജ്ജ് പ്രവാചകൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആ ഒരു ഹജ്ജിൽ നിന്ന് ചെയ്തിട്ട് അതിൻ്റെ കടമയിൽ നിന്ന് മാറി ആ റെസ്ട്രിക്ഷൻസ് നിന്ന് പുറത്ത് വന്നിട്ട് പിന്നെയും അടുത്ത നിയത്ത് വെച്ചിട്ട് അതേ അവിടെ തന്നെ താമസിച്ച് ഹജ്ജിലോട്ട് കയറുന്നു എന്നുള്ള ഒരു ചടങ്ങ്, ഒരു ടൈപ്പ് ഓഫ് ഹജ്ജ്. ഇത് 3 ടൈപ്പ് ഹജ്ജിൽ തമത്തു ഹജ്ജ് ആണ് 3ാമത് പറഞ്ഞത്. ഇതിനെ കൊണ്ടുവന്ന് മുത്ത കൊണ്ടുവന്ന് ഇവിടെ ചേർക്കും. ചില ഹദീസിൽ വന്നിട്ട് അത് ഭയങ്കരമായിട്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കുക. അത് എന്താണെന്ന് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പം മുത്ത മാരേജും തമത്തു ഹജ്ജും കൂടെ മിക്സ് ചെയ്തിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മുത്താവും തമത്തുമായിട്ട് യാതൊരു ബന്ധമില്ല. തമത്തു ഹജ്ജുമായിട്ട് എൻജോയ്മെൻറ്റ് എന്നുള്ള വാക്കാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം മുസ്ലിമിൽ 1405E എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2 എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ടെമ്പററി മാരേജാണ്, രണ്ടാമത്തത് ഹജ്ജിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ആ എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസ്ട്രിക്ഷൻസിൽ നിന്ന് മാറുക എന്നുള്ളതാണ്. ഒരു ഇഹ്റാം ഇട്ടിട്ട് ഉംറ തീർത്തിട്ട് അതിൽ നിന്ന് മാറി, ഇഹ്റാമിൽ നിന്ന് മാറി ആ എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് കുടുംബമായിട്ട് ബന്ധപ്പെടുക, മുടി പൊറിക്കുക, അല്ലെങ്കിൽ വേറെ ഡ്രസ്സ് ഇടുക, ഇതൊക്കെ ആ എൻജോയ്മെൻറ്റ്
ഇതൊക്കെ ചെയ്യുന്നതിനാണ് തമത്തു ഹജ്ജിൻ്റെ റൂളിങ്സ് ഉള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ആദ്യമേ ഹജ്ജ് കിറാൻ, നമ്മൾ 3 ടൈപ്പ് ഹജ്ജ് എന്ന് പറഞ്ഞില്ലേ. ഫസ്റ്റ് ഒരു ഇഹ്റാം ഇട്ടിട്ട് ഹജ്ജ് മാത്രം ചെയ്യുന്നത്, അടുത്തത് ഒരു ഇഹ്റാമിൽ ഹജ്ജ് ഉംറയും ചെയ്യുന്നത്, അതിലാണ് ഹജ്ജ് കിറാൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ മുസ്ലിം ഹദീസ് ഗ്രന്ഥത്തിൽ 1230D എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഇഹ്റാമിൽ തന്നെ രണ്ടും ചെയ്യുന്ന ആ ഡീറ്റെയിൽ അതിനകത്ത് കാണാൻ പറ്റും. ഇനി തമത്തു ഹജ്ജിൽ, അതായത് ഒരു ഇഹ്റാം ഇട്ട് ഫസ്റ്റ് ഉംറ തീർത്തു, പിന്നെ അതിൽ നിന്ന് പുറത്ത് വന്നു, നോർമലായിട്ട് നമ്മൾ ജീവിക്കുന്നു, കുടുംബത്തോടെ ജീവിക്കുന്നു, പിന്നെ ഹജ്ജിൻ്റെ സമയപ്പെടുത്തേക്ക് വീണ്ടും ഇഹ്റാം ഇട്ടിട്ട് ഹജ്ജ് ചെയ്യുന്നു. ഇതിൻ്റെ എക്സാമ്പിൾ കാണണമെങ്കിൽ ബുഖാരി 1572 കാണാം. ഈ പ്രവാചകൻ ചെയ്തത് തന്നെ കാണാം അതിനകത്ത്, തമത്തു ചെയ്തത്. അപ്പോൾ അതിനകത്ത് ക്ലിയർ ആയിട്ടുണ്ട്, തമത്തു ചെയ്തു, ഞങ്ങൾ കൂടെ സഹാബികളും, എന്നിട്ട് ഞങ്ങൾ അതിൽ നിന്ന് പുറത്ത് വന്നു, ഇഹ്റാമിൽ പുറത്ത് വന്നു, ഞങ്ങളുടെ കുടുംബത്തോട് ജീവിച്ചു എന്ന് കാണാം. കുടുംബത്തോടെ സ്ലെപ്റ്റ് വിത്ത് അവർ വൈഫ്സ് തന്നെ ഉണ്ട് ഇതിനകത്ത്. ഇത് കൊണ്ടുപോയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ടെമ്പററി മാരേജിലേക്ക് ചേർക്കുന്നത്. ഇവിടെ ടെമ്പററി മാരേജ് അപ്പോഴേ ബാൻ ചെയ്തു. ഇത് കുടുംബത്തോടെ നോർമലി ഹജ്ജിൽ ഉംറയും ചേർത്ത് ചെയ്യുന്ന സമയത്ത് ഹജ്ജ് കിറാനിൽ ചെയ്യാൻ പാടില്ല. ഇത് തമത്തു ഹജ്ജിൽ ഇത് ചെയ്യാം. അതാണ് ഇത്. അതിനകത്ത് ക്ലിയർ ഉണ്ട്. വി വെയർ ഓർഡിനറി ക്ലോത്ത്സ്. ഈ ഹദീസിലെ വാക്കിലാണ് പറയുന്നത്. ബുഖാരി 1572 ഫസ്റ്റ് ഉംറ ചെയ്ത് കഴിഞ്ഞിട്ട് തമത്തു സ്റ്റൈലിൽ ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ ഓർഡിനറി ക്ലോത്ത്സ് ചെയ്തു, ഞങ്ങളുടെ ഫാമിലിയോട് ഞങ്ങൾ താമസിച്ചു, ഈ വർഷം തന്നെ 2 എണ്ണം ചേർത്ത് ചെയ്തു, ഒരു ഉംറയും ഹജ്ജും ചേർത്ത് ചെയ്തു എന്നുള്ളത് ക്ലിയർ ആയിട്ട് ബുഖാരി 1572 ഉണ്ട്. അപ്പം ഈ തമത്തു ഹജ്ജിന്, അതായത് ഇഹ്റാം കളഞ്ഞിട്ട് നോർമൽ ലൈഫിലേക്ക് വരുന്നതിനെ കൊണ്ടുപോയി കെട്ടിയത് ടെമ്പററി മാരേജിലേക്ക്. അപ്പോൾ എത്രത്തോളം കള്ളന്മാരാണ് ഇവരെന്ന്. വന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ വീഡിയോ ഇറക്കുന്ന, ആക്ച്വലി കേസ് കൊടുത്ത് അകത്താക്കേണ്ട കേസുകളാണ് ഇതെല്ലാം. അത്രയ്ക്ക് വൃത്തികേട്. അത് ഞങ്ങൾ ഇസ്ലാം ലെയറിൽ കയറ്റി. ആക്ച്വലി ഇവരെ മതം തകർന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റാതെ ഇങ്ങനെയുള്ള കള്ളങ്ങൾ ഒരു ഉളുപ്പില്ല. അപ്പോൾ എത്രത്തോളം ബ്ലഡിൽ കള്ളം അവർ കലർന്ന് കിടക്കാൻ നോക്കണം. എങ്ങനെ ഇത്രയും തീവ്രത അവർ മനസ്സിൽ വരുന്നറിയുമ്പോൾ മത തീവ്രത എങ്ങനെ കുത്തിവിട്ട് ഇവർ തലയിൽ ഇങ്ങനെ കുത്തിവിടുന്നു, കള്ളം പറയാനായിട്ട് ഇത്രയും പ്രാപ്തരാകും. ഇത് മുസ്ലിങ്ങൾ സാധാരണ ഇത് പറഞ്ഞിട്ട് കേട്ടിട്ട് മിണ്ടാതെ പ്രവചനം പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും തിരിച്ച് അവരെ ജീസസിനെ അങ്ങനെ പറയുമോ, അതേ നാണയത്തിൽ നമുക്ക് ഇവർ പറയുന്ന ഓരോ വാദങ്ങളും കള്ളം നമുക്ക് കാണിക്കാനും പറ്റും. ഇവർ പറയുന്ന വാദം ജീസസിന്റെ പുറത്ത് ബൈബിളിൽ നിന്ന് കാണിക്കാനും നമുക്ക് പറ്റും. എന്നിട്ട് നമ്മൾ അങ്ങനെ ഒന്നും കാണിക്കാൻ വൃത്തിയോട് പറയാതെ ജസ്റ്റ് നിങ്ങൾ എന്താ തൃത്വം പറയുന്നത് ശരിയല്ലല്ലോ, അവർ ദൈവമല്ലേ ഉള്ളൂ, നിങ്ങൾ ആ ദൈവത്തെ ആരാധിക്കും എന്നുള്ള രീതിയിൽ മാന്യമായ രീതിയിൽ മുസ്ലിങ്ങളുടെ റെസ്പോൺസും കാണാം. ഇത് കണ്ടിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ക്രിസ്ത്യൻ വിട്ട് തന്നെ ക്ലബ്ബിൽ തന്നെ 3ാമത്തെ സാധാ ചെയ്ത് കഴിഞ്ഞു. ലേഡീസ് ആൾക്കാർ ക്രിസ്ത്യന്മാർ മുസ്ലിമിനോട് വന്നു. ഇവർ ഇങ്ങനെ ഈ ആക്രോശവും ഈ വൃത്തിയോടും ഈ കള്ളങ്ങളും കണ്ടു കഴിഞ്ഞാൽ ആരാ അതിനകത്ത് നിൽക്കുക. അപ്പം ക്രിസ്ത്യ വിശ്വാസ പ്രതിരോധം എന്ന പേര് വെച്ചാൽ ഇവർ ക്രിസ്ത്യൻസിന് കൊഴിഞ്ഞു പോകാനാണ് ഇവർ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ചില ഒരു ന്യായം ഇല്ലാത്ത രീതിയിൽ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുക, വെറിയായിട്ട് സംസാരിക്കുക, വർഗീയത പറയുക, അവരെ സംസാരിക്കാൻ വിടാതെ എല്ലാവരും കോർണർ ചെയ്യുക, ഒരു ഓപ്പണായിട്ട് സംസാരിക്കാൻ വിടണ്ടേ, കള്ളങ്ങൾ പറയുക, കോട്ടിമാട്ടുക, അങ്ങനെ ചെയ്യുന്നുണ്ട്. അവർ മൊത്തത്തിൽ അവർക്ക് വലിയ ഡാമേജ് ക്രിസ്ത്യാനിറ്റിക്ക് കമ്പോസ് ഇവരെ കൊണ്ട് തന്നെ നടന്നിട്ടുണ്ട്. അപ്പം ഇത് ക്ലിയർ ആയിട്ട് ഇതിനകത്ത് ഉണ്ട്. തമത്വവും മുത്തമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ വേർഡ് മീനിങ് ഒന്നായതുകൊണ്ട് മാത്രമാണ്, എൻജോയ്മെൻറ്റ് എന്നുള്ള വേർഡ് വന്നതുകൊണ്ടാണ് ഒരു ഹദീസിൽ മുസ്ലിം 1450 ഇത് 2 ടൈപ്പ് ഉണ്ടായിരുന്നു. അതായത് തമത്വവും ഉണ്ടായിരുന്നു, തമത്തു ഹജ്ജ് ഉണ്ടായിരുന്നു, മുത്ത ഉണ്ടായിരുന്നു. ഇത് പ്രവാചകൻ ഇത് ചെയ്തിരുന്നു, ഞങ്ങൾ ബാൻ ചെയ്തിരുന്നു. ഇതിനകത്തും കൺഫ്യൂഷൻ ഉണ്ട്. തമത്തു പ്രവാചകൻ ചെയ്തിട്ടില്ല, തമത്തു ഹജ്ജ് പ്രവാചകൻ ചെയ്തിട്ടില്ല എന്ന് പല സഹാബികളും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് മുത്ത നിരോധിച്ചത് അറിയാതിരുന്നോ, അതേപോലെ തമത്തു ചെയ്തതും പലർക്കും അറിയത്തില്ലായിരുന്നു. അതിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്. എങ്ങനെയാണ് മുത്തായിക്ക് വന്നത് അതേപോലെ ഇതിലും ഉണ്ടായിരുന്നു. അത് പിന്നെ ഹദീസിൽ പിന്നെ കാണിക്കാതെ. അപ്പം അത് വെച്ചിട്ടാണ് ഈ ഒരു ഹദീസിൽ പറഞ്ഞത്. ഈ 2 ഹദീസും പണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഇല്ല എന്നുള്ള അനുവദിച്ചിരുന്നു. തമത്തു ഹജ്ജ് അനുവദിച്ചിരുന്നു എന്നുള്ളതും, അത് അനുവദിച്ച് അവസാനം മുത്ത ബാൻ ചെയ്തിട്ടില്ലായിരുന്നു എന്നും നമ്മൾ നേരത്തെ പറഞ്ഞു. ഉമ്മറിൻ്റെ കാലം വരെ ഉണ്ടായിരുന്നുള്ളത്. അതിൻ്റെ കൺഫ്യൂഷൻ്റെ കാരണവും നമ്മൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് അത് പലർക്കും അറിയാതെ പോയെന്നുള്ളത്. അങ്ങനെ വന്നൊരു ഹദീസാണ് ഇത് മുസ്ലിം 1405 ഇത് 2 കൂടെ ചേർത്ത് പറയാനുള്ളത്. ഒന്ന് അത് വെച്ചിട്ട് ഇവിടെ ടെമ്പററി മാരേജ് ആണ്. ടെമ്പററി മാരേജ് എന്നുള്ളതിന് ഒരു പ്രൂഫ് നസ്രീൻ കാണിക്കണം. ഈ ഇഹ്റാമിൻ്റെ ഇടയ്ക്ക് ടെമ്പററി മാരേജ് ചെയ്തു എന്ന് കാണിച്ചാൽ മാത്രമേ നസ്രീൻ പറയുന്ന വാദം നിലനിൽക്കത്തുള്ളൂ. അങ്ങനെ വന്നാൽ തന്നെ അത് നിർത്തലാക്കിയെന്നുണ്ട്. പക്ഷേ ഇല്ല, ടെമ്പററി മാരേജ് എന്നില്ല. വാക്ക് വെച്ചിട്ട് തമത്തു എന്നുള്ളത് എൻജോയ്മെൻറ്റ് എന്നുള്ള വാക്ക്, മുത്ത എന്നുള്ളതിന് എൻജോയ്മെൻറ്റ് എന്നുള്ള വാക്ക് വെച്ചിട്ട് തമത്തു ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഈ ഇഹ്റാമിൽ നിന്ന് വിട്ടിട്ട് നോർമൽ ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യുന്നതും, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ പുറത്തുനിന്ന് എൻജോയ് ചെയ്യുന്ന ആ എൻജോയ്മെൻറ്റും ടെമ്പററി മാരേജിൻ്റെ എൻജോയ്മെൻറ്റും കൂടെ കൂട്ടിക്കെട്ടിയിട്ട് ഇത് 2 ഒന്നാണെന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കുക എന്നുള്ളത് അങ്ങനെ രണ്ടാമത്തെ വലിയ മഹാകള്ളം ഇതിനകത്ത് അറിയാൻ പറ്റും. ഇതിനകത്ത് ക്ലിയർ ആയിട്ട് തന്നെ ഈ 2 ഞാൻ പറഞ്ഞ ഹദീസിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ സഹീഹ് മുസ്ലിമിൽ 1227 ഇതിനകത്തും കാണാം തമത്തു ഹജ്ജ് എന്താണെന്നുള്ളത്. തമത്തു എന്ന് പറഞ്ഞാൽ 2ഉം കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ്. 2 ഇഹ്റാമിൽ ഉംറയും ഇതും ഹജ്ജും കമ്പൈൻ ചെയ്യുക എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇത് തന്നേക്കുന്നത്. അതും മുത്തമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് കൂട്ടിക്കെട്ടി ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു ഹദീസ് ഇവർ കോട്ട് ചെയ്യുന്നത് ബുഖാരി 4615 ഒരു ഹദീസ് വരും. അതായത് മുത്ത പ്രവാചകൻ അനുവദിച്ചിരുന്നു, എന്നിട്ട് ഒരു ഖുർആൻ ആയത്തിനകത്ത് കോട്ട് ചെയ്തിട്ടുണ്ടാകും. ഖുർആൻ 587 അള്ളാഹു പെർമിറ്റ് ചെയ്തത് നിങ്ങൾ എന്തിനാണ് അത് നിഷിദ്ധമാക്കുന്നത് എന്നുള്ള ഒരു വേർഡിങ്സ് അതിനകത്ത് വരും. ഇത് വെച്ചിട്ട് കണ്ട് അള്ളാഹു തന്നെ മുത്ത മാരേജ് സമ്മതിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് പറയും. ഇതിനകത്ത് ഈ ഹദീസ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ടെക്നിക്കൽ പ്രോബ്ലംസ് ആണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് ഒരു 3 ഹദീസ് നമ്പർ ഞാൻ പറയാം. ഇതിനകത്ത് മുസ്നദ് അഹമ്മദിൽ 3986, മുസ്നദ് അഹമ്മദ് 4113 എന്ന് വരും.
അതുപോലെ മിസ്കാത്തൽ മസാബി എന്നുള്ള ആ ഹദീസ് ഗ്രന്ഥത്തിൽ 3157. ഇത് മൂന്നും നോക്കുക. ഇത് മൂന്നും ഇതേ സംഭവം തന്നെയാണ് പറയുന്നത്. ബുഖാരി 4615 പറഞ്ഞ ഇതിനകത്ത് അബ്ദുള്ള ഇബ്നു മസൂദാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യമേ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള റൂളിംഗ് പറയും, എന്നിട്ട് അവസാനം ഹീ റിസൈറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് ഖുറാൻ 587 വരിക. നിങ്ങൾ ബുഖാരി 4615 ഹീ റിസൈറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് ഖുറാൻ 587. അപ്പം നസ്രീൻ പറയുന്നത് ഈ ഖുറാൻ 587 അനുവദിക്കുന്നത് മുത്താ മാരേജിനാണെന്നുള്ളത്. പക്ഷേ അതിന് ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഈ മൂന്ന് മുസ്നദ് അഹമ്മദിൻ്റെ നമ്പർ, മുസ്നദ് അഹമ്മദ് 3986, മുസ്നദ് അഹമ്മദ് 4113, അതുപോലെ മിസ്കാത്ത് അൽ മസാബി 3157, മുസ്ലിം 1404, ഇതിനകത്തൊക്കെ ഈ ഹീ റിസൈറ്റഡ് ആരാന്ന് മനസ്സിലാക്കും. ഹീ എന്ന് പറഞ്ഞത് പ്രവാചകനല്ല ഇത് പറഞ്ഞത്, മസൂദ് തന്നെയാണ്, ഇബ്നു മസൂദ് തന്നെയാണ് ആ ഖുറാൻ 587 ചേർത്തത്. ഇതില്ലാത്ത പല ഹദീസുകളും വേറെ ഉണ്ട്. ഇതിനകത്ത് ഇത് മസൂദാണ് ഇത് പറഞ്ഞത്. ഇത് അല്ലാഹു അനുവദിച്ചെന്ന് നമ്മളെന്തിനാണ് ബാൻ ചെയ്യുക എന്നുള്ളത് പ്രവാചകൻ പറഞ്ഞതല്ല. ഹീ റിസൈറ്റഡ് ആരാണ് ഈ ഹീ എന്നുള്ളത് ഞാൻ പറഞ്ഞ ഹദീസിൽ കാണാം. 587 അത് മുത്തായിട്ട് ബന്ധമുള്ളതേ അല്ല. അത് പ്രവാചകൻ അത് പെർമിറ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇബ്നു മസൂദ് തൻ്റെ സ്വന്തം അഭിപ്രായമായിട്ടാണ് പറയുന്നത്. ഇത് 587 അള്ളാഹ് പെർമിറ്റ് ചെയ്തത് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ തടുക്കുന്നത്, അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരു അഭിപ്രായമായിട്ടാണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് ഇത് ക്ലിയറായിട്ട് ഈ 4 ഹദീസിലും കാണാൻ പറ്റും. ഈ എന്ന് പറയുന്നത് ഇബ്നു മസൂദ് അത് പറഞ്ഞാണ്, പ്രവാചകൻ കോട്ട് ചെയ്തതല്ല. അതുമല്ല ഈ ഖുറാൻ്റെ 587 എന്തിനാണ് വന്നതെന്നുള്ളത് തിർമിദി 3054 തിർമിദി 3054 അതിനകത്ത് ഒരു സഹാബി പറയുന്നു, എനിക്ക് സ്ത്രീകളായിട്ടുള്ള ഇത് സെക്ഷൽ ഡിസയർ കൂടുന്നുണ്ട്, ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഈ ഇറച്ചിയൊക്കെ കൂടുതൽ കഴിക്കുന്നുണ്ടാണ് എനിക്കിങ്ങനെ തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഇന്ന് വരെ ഇറച്ചി കഴിക്കുന്നില്ല എന്ന് പറയും. അതിനാണ് പറഞ്ഞത് അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്, നിങ്ങൾ അള്ളാഹ് പെർമിറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഹറാമാക്കുന്നത് എന്ന് പറയുന്ന ഹദീസ് തിർമിദി 3054 വരാം. ഈ ഖുറാൻ 587 ഈ മുത്താ മാരേജുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിന് എന്താ കാരണം എന്നുള്ളത് ക്ലിയർ പറഞ്ഞു. ഇതും മൂന്നാമത്തെ കള്ളം, ഇതും നസറിൻ്റെ മൂന്നാമത്തെ കള്ളവും പൊളിയാണ്. പിന്നെ വേറൊരു കള്ളം പറയുന്നത് ഈ ഖുറാൻ 4:24 ഇത് പല സ്ഥലത്തും ഈ നിക്കാ മുത്തായുടെ തെളിവാണെന്ന് പറഞ്ഞ് നസ്രീൻ പറയുന്നത് കേൾക്കാം. അതിനകത്ത് ടെമ്പററി മാരേജ് എന്നുള്ള സംഭവം അതിനകത്തില്ല. അത് സാധാ നിക്കായ്ക്കാണ്. ഡവർ കൊടുത്തിട്ട്, അതായത് മഹർ കൊടുത്തിട്ട് നിങ്ങൾ സ്ത്രീകളെ വിവാഹം കഴിക്കാവൂ, ഡവർ കൊടുക്കാതെ ചെയ്യരുത്, ഈ കല്യാണത്തോടെ അല്ലാത്ത ബന്ധങ്ങൾ വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന ആയത്താണ് ഖുറാൻ 424. അത് കൊണ്ടുവന്നിട്ട് അത് നിക്കാണ്. അതിനകത്ത് പ്ലഷർ എന്നുണ്ട്. പ്ലഷർ എന്ന് പറഞ്ഞാൽ മാരേജിനകത്തും പ്ലഷർ തന്നെയാണ്. അത് ഉടനെ നിക്കാൻ മുത്താക്കും. ടെമ്പററി എന്നുള്ള വാക്കതിനകത്തില്ല. നിക്കാന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിക്കാ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ആരുടെത്താണോ സുഖം അനുഭവിക്കുന്നത് അവർക്ക് നിങ്ങൾ ഡവർ കൊടുക്കുക, മഹർ കൊടുക്കുക. അത് മാരേജിലുള്ളതാണത്. മാരേജിലും നമ്മൾ പറഞ്ഞല്ലോ ചേർന്ന് ജീവിക്കാൻ തന്നെയാണ് മാരേജ് എന്നുള്ളത്. വേറെ ഒരു ബന്ധത്തിനും പറ്റാത്തതാണ് ഈ നിക്കാ കൊണ്ട് പറ്റുന്നത്. ചേർന്ന് ജീവിക്കുക, സന്തതികൾ ഉണ്ടാവുക, അതുപോലെ അത് മൾട്ടിപ്ലൈ ചെയ്ത് പോകാന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം തന്നെ. അപ്പോൾ ആരുടെതാണോ നിങ്ങൾ സുഖം അനുഭവിക്കുന്നതെന്ന് ഇത് കണ്ട് ആ വാക്ക് വെച്ചിട്ട് ഇത് ഉടനെ ഇത് നിക്കാമത്താണ് പറയുന്നത്. ഇങ്ങനെ അസ്യൂം ചെയ്ത് പക്ക കള്ളങ്ങൾ അടിച്ചു വിടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇവരുടെ ഒരേ ജോലി. അപ്പം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട എല്ലാത്തിനും ആൻസർ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇത് നോക്കുക. അപ്പം ഇത്ര 4 കള്ളങ്ങൾ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒന്ന്, പ്രവാചകനാണ് നിർത്തിയത് എന്നുള്ളത് ക്ലിയറായിട്ട് ഹദീസ് റെഫറൻസ് തന്നു, ഉമർ റളിയല്ലാഹു അല്ലാതെ. അങ്ങനെ വന്ന ഹദീസ് എന്തുകൊണ്ടാണ് അങ്ങനെ ഹദീസ് ഉണ്ട്, അതെന്താണ് കാരണം, അത് ആ ഹദീസ് എല്ലാവരും എത്താത്തതുകൊണ്ടാണ് അത് ഉമറാണ് നിർത്തിയെന്ന് ചിലത് പറഞ്ഞെന്നുള്ള ആൻസർ പറഞ്ഞു. രണ്ടാമത്തത് തമത്വവും മുത്തവും കൊണ്ടുവന്ന് ചേർത്തു. അപ്പോൾ അതിന് നമ്മൾ ആൻസർ പറഞ്ഞു. തമത്വം എന്ന് പറഞ്ഞാൽ ഒരു ഹജ്ജിൻ്റെ ഒരു 3 ടൈപ്പ് ഹജ്ജിൻ്റെ ഒരു ടൈപ്പ് ഹജ്ജാണത്. അത് ഒരേ ഇഹ്റാമിൽ 2 ഇഹ്റാമിൽ ഉംറയും ഹജ്ജും ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും. അത് സാധാരണ ആൾക്കാർ വരെ ജീവിക്കാം. അതുകൊണ്ടാണ് അതിനെ ആ മുത്ത എന്ന് പറഞ്ഞത്, എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞത്. അത് അതിനകത്ത് ക്ലിയറായിട്ട് പ്രവാചകൻ്റെ ഹദീസും കാണിച്ചു. അവരവരുടെ ഫാമിലിയിലൂടെ താമസിച്ചു. ഉംറയുടെയും ഹജ്ജിൻ്റെ ഇടയ്ക്ക് ഇഹ്റാമിൽ നിന്ന് പുറത്ത് വന്നിട്ട് അവരുടെ ഫാമിലിയിലൂടെ താമസിക്കാം, അവർക്ക് വേറെ റെസ്ട്രിക്ഷൻസ് ഇല്ല. അതുകൊണ്ടാണ് അത് മുത്ത എന്ന് പറഞ്ഞത്, അല്ലാതെ ടെമ്പററി മാരേജ് അല്ല. പക്ഷേ നസ്രീൻ രണ്ടാമത്തെ കള്ളം കാണിച്ചു. ഇത് ടെമ്പററി മാരേജ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് കാണിച്ചു. അത് രണ്ടാമത്തെ കള്ളം പൊളിച്ചു. അതുപോലെ തന്നെ ഖുറാൻ 587 തമത്തൂന് പറയുന്ന ആയത്താന്ന് പറഞ്ഞു. അതല്ല, ആ തമത്തൂന് പറയുന്നതല്ല, അത് പ്രവാചകൻ പറഞ്ഞ റെഫറൻസ് അല്ല. അത് ഖുറാൻ 587 പ്രവാചകനല്ല പറഞ്ഞത്, റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ 4 തെളിവും പറഞ്ഞു. ശരിക്കും 587 എന്തിനാണ് വന്നതെന്നുള്ളത് തിരുമതി 3054 കാണിച്ചിട്ട് അതാണ് അതിൻ്റെ അത് അവതരിക്കാനുണ്ടായ കാരണമെന്ന് പറഞ്ഞു. അതിന് മൂന്നാമത്തെ കള്ളം പൊളിച്ചു. നാലാമത്തെ കള്ളമാണ് ഈ എന്താണ് ഈ ഖുറാൻ്റെ 4:24 പ്ലഷർ എന്നുള്ളത് വെച്ചിട്ട് ഉടനെ തമത്വമാക്കും. അത് മുത്താക്കും. അത് സാധാ നോർമൽ നിക്കായ്ക്ക് ഉള്ളതാണ്. അതും വിവാഹത്തിലൂടെ മാത്രമേ പ്ലഷർ എടുക്കാവൂ സ്ത്രീകളിൽ നിന്നും, മറ്റത് പാടില്ല, വ്യഭിചാരമാണ് എന്ന് പറയുന്ന ആയത്താണത്. അതിനെ കൊണ്ടുവന്നത് മുത്താക്കും. ഇങ്ങനെ ഹോൾസെയിലായിട്ട് എന്താണ് ഒരു ഇത്രയും നികൃഷ്ടമായ ഒരു ജീവികൾ അല്ല, വേറെ എല്ലാവർക്കും പറയാനില്ല. ഇത്രയ്ക്ക് മോശമായിട്ട് ഒരു ഇതും ഇല്ലാതെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇസ്ലാം ലെയറിൽ കയറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ അപ്പോളജറ്റികൾക്കും പറയാണ്. നിങ്ങളുടെ എല്ലാം
കോമൺ സ്വഭാവം ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു പൊടിക്ക് പോലും ഇസ്ലാമിനെതിരെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഓരോന്നിനും എല്ലാ വാദങ്ങൾക്കും നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും. 24 മണിക്കൂർ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാത്തിനും പറയാൻ നടന്ന് നമുക്ക് ഇതിന് ആൻസർ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓരോ സാമ്പിൾ, ഒരു അനിൽകുമാർ അയ്യപ്പൻ്റെ ഒരു സാമ്പിൾ എടുത്ത് കാണിച്ചു, അപ്പോൾ നസറിൻ്റെ സാമ്പിൾ എടുത്ത് കാണിച്ചു. ഇനി ഇൻഷാല്ലാ ഇതിനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കാണിക്കാം. വെറും കള്ളന്മാരാണ് ഇവരെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇസ്ലാം എപ്പോഴും അജയൻ തന്നെയാണ്, അത് ദൈവത്തിൻ്റെ മതം തന്നെയാണ്. ഒരു പൊടിക്ക് പോലും അതിനകത്ത് ഒരു വിമർശനം ഇവർക്ക് ന്യായമായിട്ട് കാണിക്കാൻ പറ്റില്ല. കള്ളങ്ങൾ കാണിക്കാൻ പറ്റും. കള്ളങ്ങൾ കാണിച്ച് കൊട്ടിമാട്ടിച്ച് അത് തെറ്റിദ്ധരിപ്പിച്ച് ആൾക്കാരെ കുറച്ച് പേരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. അത് ഒരു സാത്താൻ്റെ ഒരു ചെയ്തിയായിട്ട് മാത്രം കാണുക. ഇനിയുള്ള വീഡിയോയിൽ ബാക്കിയുള്ള ഇൻഷാല്ലാ കാണാം. അസ്സലാമു അലൈക്കും.